മറ്റു പേരുള്ള ഒരു പടത്തിൽ മലമ്പാമ്പുമായിട്ട് മൽപ്പിടുത്തമുണ്ട് ജയൻ സാറിന്. അതില് ഈ മലമ്പാമ്പ് അദ്ദേഹത്തിന്റെ കഴുത്തി ചുറ്റിപ്പോയി. എന്നിട്ട് ശ്വാസം മുട്ടി വളരെ പാടുപെട്ടിട്ട് പുള്ളി തന്നെ ഊരിയെടുത്തിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടില്ല. എന്നിട്ടും ഈ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ഇത് ചെയ്തിട്ടുണ്ട്. ഒരു ഹരമായിരുന്നു അദ്ദേഹത്തിന് ഈ റിസ്ക് എടുക്കുക എന്നുള്ളത്. ഭാരതി ചേച്ചിയുടെ അമ്മയാ പറഞ്ഞത്. ഞങ്ങളുടെ ഫാമിലി ജയഭാരതി ചേച്ചിയുടെ പറയുകയാണെങ്കിൽ മുറച്ചെറുക്കനാ മകനാ. ഓ, ആ ഗെറ്റപ്പ് കണ്ടപ്പോ എനിക്കൊരു വലിയ നല്ല ബോഡിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരാള്. കൊള്ളാം. അതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ശരീര സൗന്ദര്യമുള്ള ഒരു നടനില്ല. അഴകും ആകാരഭംഗിയും ഒത്തിണങ്ങിയ മലയാളത്തിന്റെ ആദ്യത്തെ ആക്ഷൻ ഹീറോ. ചെറു കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെത്തി പ്രതിനായക വേഷങ്ങളിലൂടെ വളർന്ന് ആക്ഷൻ ഹീറോ ആയി മോളിവുഡിനെ പിടിച്ചടക്കിയ ആ അതുല്യ നടൻ എത്തിയത് ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഒരു കഥ ആലോചിച്ചാൽ അതിൽ സാഹസികമായ രംഗങ്ങളുണ്ടെങ്കിൽ, സംഘടനകളുണ്ടെങ്കിൽ ഈ നടന്റെ ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരു നടനെ അക്കാലത്തെ സംവിധായകർ ആലോചിച്ചിരുന്നുള്ളൂ. കോരിത്തെരിപ്പിക്കുന്ന തന്റെ ഓരോ കഥാപാത്രത്തെയും പൂർണ്ണതയിലെത്തിക്കാൻ ഡയറക്ടറേക്കാൾ ഡെഡിക്കേഷൻ പുലർത്തിയ ഈ നടനോളം സിനിമാ ലഹരി ഉള്ളിൽ പേറിയവർ വിരളമാണ്. അന്നും ഇന്നും പിരിഞ്ഞ നെഞ്ചും സിംഹഗർജനമാർന്ന ശബ്ദഗാംഭീര്യവും കൊണ്ട് കൊട്ടകയെ വിറപ്പിച്ച ചങ്കൂറ്റം. നേവൽ ഓഫീസറിൽ നിന്നും താരനായകനായ കൃഷ്ണൻ നായർ 1980 നവംബർ മാസം 16 തീയതി ലോകമെമ്പാടുമുള്ള തന്റെ ആരാധകരെ കണ്ണീർ കോളിളക്കത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യിച്ച പുരുഷ ജന്മം. ഓർമ്മയിലെന്നും ജയൻ. ഒരു കുട്ടിയെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലാതെ പോയത് കഷ്ടമായി പിരാമുട്ടി. അവളെ ഞാൻ രക്ഷിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളെ ഇവിടെ ആര് രക്ഷിക്കുന്ന കാണേണ്ടത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു IPS നേടുക എന്നുള്ളത്. പ്രണയ കവിത പാടുന്നു വാനം. സുന്ദരിയായ മിസ് മേരി ഹാൻസ് എന്റെ കാമുകിയായിരുന്നു. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി. നിന്റെ സാഹിത്യനോട് എന്ന് പറഞ്ഞേക്ക്, തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കില്ലെന്ന്. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. ചന്ദന കുളിർ ചൂടി വരും കാറ്റ്. ഈ ലേലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? ശങ്കർ, നിനക്ക് തെറ്റുപറ്റി. നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? ശ്രീപദം വിടന്ന സരസേരുഹത്തിൽ എന്റെ പെങ്ങളെ കൊണ്ട് നിന്റെ ചോരയാണ് എനിക്ക് ആവശ്യം. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് നിൽക്കാം. കണ്ണും കണ്ണും ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്ക് ഈ ചോരയിൽ വിശ്വസിക്കാം. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടി തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള എപ്പിസോഡുകളിലൊന്നാണ് അനശ്വര നടൻ ജയനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് അത്. ഒരുപക്ഷെ 2000-ന് ശേഷമൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടികൾ പോലും പഴയ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഈ നടനെ കുറിച്ചാണ്. ഈ നടന്റെ ഒരു എപ്പിസോഡ് വേണമെന്നാണ്. സാങ്കേതികമായി ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിന് പിന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ചില ചെറിയ ബുദ്ധിമുട്ടുകളിലൊന്ന്, അനശ്വര നടൻ ജയൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് തന്നെ 45 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഈ 45 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള 6 വർഷങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നായക പരിവേഷത്തോടുകൂടി നിന്നത് 2-3 വർഷം മാത്രം. ആ കാലത്തിൽ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, അവരുടെ ഇന്നത്തെ സാഹചര്യം, സമ്മതം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുക. അങ്ങനെ പലതവണ ഞങ്ങൾ തന്നെ റീഷെഡ്യൂൾ ചെയ്യുകയും ഞങ്ങൾ തന്നെ പലതവണ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്ത് പലതരത്തിൽപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്താൻ പറ്റാതാകുകയും ഒടുക്കം ഞങ്ങളുടെ സ്നേഹപൂർവമായ ബഹുമാനപൂർണമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ആദ്യത്തെ അതിഥി, ഏകദേശം 20ഓളം ചിത്രങ്ങളിൽ ജയൻ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് കാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അഭിനേത്രി, നായിക, ഏറെ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിധുബാല.
ഞാനിപ്പം ആമുഖത്തിൽ പറയുമായിരുന്നു, ഞങ്ങളുടെ ആദ്യത്തെ ഷെഡ്യൂൾ തൊട്ട് പലതവണ വിളിക്കും. ഒന്നുകിൽ ചേച്ചി വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ചില അസൗകര്യങ്ങൾ ഉണ്ടാകും. ഒരുപാട് തവണ വിളിച്ചും ഞങ്ങളുടെ നിർബന്ധങ്ങൾക്കൊക്കെ ശേഷമാണ് ചേച്ചി വന്നിരിക്കുന്നത്. വളരെ നന്ദി എപ്പിസോഡിൽ വന്നതിന്. ജയൻ എന്ന നടന്റെ ഓർമ്മകളിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു, 74 സിനിമയിൽ വന്നു, 80 അദ്ദേഹം നമ്മളെ വിട്ടു പോയി. 6 കൊല്ലമാണ് സിനിമയിലുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ ശേഷം ഏകദേശം 10ഓളം സിനിമകൾ റിലീസായിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ചത്. അതൊരു അത്ഭുതമാണ്. 74 അദ്ദേഹം സിനിമയിലേക്ക് വളരെ ചെറിയ വേഷങ്ങൾ ചെയ്തു വരുമ്പം വലിയ നായികയാണ് ചേച്ചി. അന്നത്തെ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം നായികയാണ്. അപ്പം വളരെ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ സമയത്തെ നിങ്ങൾ തമ്മിലൊരു പരിചയപ്പെടലോ സൗഹൃദമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴാണ് കണ്ടത്? ആദ്യത്തെ പടത്തിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ജയൻ എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കൃഷ്ണനാരെ അറിയാം. ഓ. അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ പടം രവികുമാർ എന്ന് പറഞ്ഞ നടൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ആ പടം റിലീസായില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജയൻ അതിൽ 4 ദിവസം അഭിനയിച്ചു, ഞാൻ 2 ദിവസം അഭിനയിച്ചുള്ളൂ. ജയൻ അതിൽ ഡ്രാക്കുലയായിട്ട് അഭിനയിച്ചത്. അങ്ങനെ റിലീസാകാതെ പോയൊരു അങ്ങനെ റിലീസാവാതെ പോയൊരു പടമാണ്. അന്ന് എന്നെ രവികുമാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ രവികുമാർ ഏതൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുമ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്, ഒരു പുതിയ നടനാണ് വിധുവിന് നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശ്യാമള സ്റ്റുഡിയോസിൽ പോയിട്ടാണ് ജയനെ പരിചയപ്പെട്ടത്. അന്ന് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഡ്രാക്കുള എന്ന് പറയുന്നൊരു സിനിമ. ഡ്രാക്കുല എന്നായിരുന്നില്ല പേര്. അതെ. ആ സിനിമ റിലീസായില്ല. ഇല്ല. പക്ഷെ നോക്കൂ, ആ സിനിമ റിലീസാകാതിരുന്നിട്ട് ഒരാളുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് വീണ്ടും അദ്ദേഹം സിനിമകൾ ചെയ്തു. 74 വന്നു. ചെറിയ വേഷങ്ങൾ ഒരുപാട് സിനിമകളിൽ എവിടെവരെയും വളരെ ചെറിയൊരു വേഷമാണ്, ഒരു ഇതാണ്. അതിലും ഞാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ജയന്റെ കൂടെ നായിക അഭിനയിച്ചതിനേക്കാളും അനിയത്തിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഓ, പലപ്പോഴും ഓർമ്മകൾ മരിക്കുന്നു, അങ്ങനത്തെ കുറെ പടങ്ങളിൽ ജയന്റെ സിനിമയുണ്ട്. കാത്തിരുന്ന നിമിഷം ഒക്കെ എല്ലാത്തിലും അനിയത്തിയായിട്ടാണ്. ജയന്റെ കൂടെ നായികയായിട്ട് 3-4 പടം. എന്റെ അവസാനത്തെ പടം ജയന്റെ കൂടെ ആയിരുന്നു അഭിനയം. അത് ജയൻ മരിച്ചതിന് ശേഷം ഇറങ്ങിയ പടമാണ്. അതിന്റെ ഷൂട്ടിംഗ് 79 കഴിഞ്ഞിരുന്നു. ഞാൻ 80 ഫീൽഡ് വിട്ടു. 81 നമ്മളുടെ മുക്കം മൊയ്തീൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന ആ മൊയ്തീൻ സിനിമ, പിന്നീട് ഇറങ്ങിയ സിനിമയിലെ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിരുന്നു. അതൊരു സംഭവ കഥയാണല്ലോ. അഭിനയം മൊയ്തീൻ പ്രൊഡ്യൂസ് ചെയ്ത പടാ. മുക്കത്ത് വെച്ചായിരുന്നു എന്റെ ഷൂട്ടിംഗ്. അന്ന് പക്ഷെ ഞാൻ കാഞ്ചനമാലയെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നീട് അറിയാ ചെയ്തത്. അവര് തമ്മിൽ പ്രണയമുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡൊക്കെ കണ്ടിട്ടുണ്ട്, മൊയ്തീന്റെ ഒരു ആസ്പത്രിയിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അവര് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് പടം 81 മരിച്ചതിന് ശേഷം മൊയ്തീൻ അപ്പോഴാണ് ഈ പടത്തിന് ഒരു റിലീസ് ചെയ്യാനുള്ള ഒരു മോക്ഷം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇതേ മൊയ്തീനാണ് ശാന്തി എന്ന് പേരുണ്ടായിരുന്ന സീമ ചേച്ചിക്ക് സീമ എന്നുള്ള പേരിട്ടത്. ശാന്തി എന്നാണ് ഞങ്ങൾ സീമ ചേച്ചിയെ വിളിച്ചിരുന്നു ഈ എപ്പിസോഡിൽ വരാൻ വേണ്ടി. വിദേശത്താണ്, എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അല്ലെ ഒപ്പം ഇരിക്കായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സീമ ചേച്ചിയാണ്. സീമ ചേച്ചി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സീമ ചേച്ചിക്ക് പേരിട്ടതും ഈ മൊയ്തീൻ എന്ന് പറയുന്ന ആളാണ്. ചേച്ചി ഇരിക്കൂ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ചേച്ചി ഇപ്പൊ പറഞ്ഞു 80 സിനിമ നിർത്തി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 79 മറ്റേ സിനിമ കരാറിയിൽ നിർത്തിയിട്ട് പിന്നെ 80 അഭിനയം നിർത്തുന്നത്. അത്രയും സിനിമകളാണ് അന്നൊക്കെ കരാർ ചെയ്യുന്നത് അല്ലേ? ഒരു കൊല്ലം എത്ര സിനിമയിൽ ഒരു കൊല്ലം അഭിനയിച്ചിട്ടുണ്ടാവും? 75 24 പടം. ഒരു കൊല്ലം. 76 26 പടം. 27 ഞാൻ നിർത്തുമ്പോ 28 പടം. നിർത്തുമ്പോ 28 പടം ചെയ്തിട്ടാണ് നിർത്തുന്നത്. 8 പടം കോൺട്രാക്ട് ഉണ്ടായിരുന്നു. 79 ഞാൻ സൈൻ ചെയ്ത് നിർത്തി. പക്ഷെ ആ പടങ്ങൾ തീരാൻ പിന്നെ 2 കൊല്ലം എടുത്തു. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് സിനിമകൾ തീരുന്നത്. ഞാൻ ചേച്ചി ഫ്ലോറിൽ വരുമ്പോഴുള്ള ഒരു കാര്യം, 80 സിനിമ നിർത്തിയ ചേച്ചിയെ പിന്നെ മലയാളികൾ കാണുന്നത് അമൃത ടിവിയിലൂടെയാണ്. വനിതാരത്നം എന്ന് പറഞ്ഞ പരിപാടി. അത് കഴിഞ്ഞിട്ട് കഥയില്ല ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു പരിപാടി എത്രയോ എപ്പിസോഡുകൾ ചേച്ചി 10 വർഷം ചെയ്തു. 10 വർഷമാണ് ആ പരിപാടി ചെയ്തത്. 2600 എപ്പിസോഡ് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. ചേച്ചി വീണ്ടും അമൃത ടിവിയിലോട്ട് വരുമ്പോൾ
80-ൽ അഭിനയം നിർത്തിയ ഒരു ചേച്ചിയെ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചത്, പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് അമൃത TV-ക്കാണ്. 2000 എപ്പിസോഡ് ഇന്നൊരു പരിപാടി, കഥയല്ല ജീവിതം എന്ന് പറയുന്ന പരിപാടി. ഈ ഒരു എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുഭവങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നതെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളോട് പറയുന്ന ആൾക്കാർ, അയ്യോ ഓരോ കഥകൾ കേൾക്കുമ്പോൾ എന്തൊക്കെ പഴയ കഥകളാണ് ഇവർ പറയുന്നത് എന്നാണ് പറയുന്നത്. അതായത് പലരുടെയും അനുഭവം പിന്നീടുള്ള ഒരു തലമുറ ഒരു കഥ പോലെയാണ്. അവർക്ക് അതിനകത്ത് വലിയ ഫാന്റസികളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ഇത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചി 20-28 പടം എന്ന് പറയുമ്പം ഞാൻ ആലോചിക്കുന്നത് 74-ല് ജയൻ സാർ വന്നെങ്കിലും 78-ല് 32 സിനിമയാണ് ജയൻ എന്ന് പറയുന്ന ഒരു നടൻ അഭിനയിച്ചിരിക്കുന്നത്. അന്നൊന്നും ഇവിടെ ഈ വലിയ ജിംനേഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു അദ്ദേഹം ഈ ഒരു ബോഡിയുടെ പരിപാടിയുടെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്? കണ്ടിട്ടോ ചോദിച്ചിട്ടോ ഒക്കെ ഉണ്ടോ എപ്പോഴെങ്കിലും? ജയൻ താമസിച്ചിരുന്നത് ഹോട്ടൽ പാം ഗ്രോവിൽ ഒരു കോട്ടേജ് പെർമനന്റ് ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം. പക്ഷെ ബോഡി ബിൽഡിംഗ് എങ്ങനെ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ രാവിലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു ഡംബൽസ് പോലത്തെ ഒക്കെ. എനിക്ക് സത്യമായിട്ടും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ഒരു വലിയൊരു കാര്യം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത്, അദ്ദേഹം മരിച്ച് ഞാൻ ആകെ 2 മരണത്തിനെ പോയിട്ടുള്ളൂ. സത്യമാഷ് മരിച്ചപ്പോൾ ഞാനൊരു നടിയല്ല. അപ്പോൾ അദ്ദേഹം പ്രശ്നമില്ല, തമിഴ്നാട്ടിലുമായിരുന്നു. ഇദ്ദേഹം മരിച്ചതും തമിഴ്നാട്ടിലായിരുന്നു, ഷോലയൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ ഞാനിത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ അന്ന് ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിരുന്നു. അന്ന് മലയാളം ഫീൽഡ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു, ഒരുമാതിരി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയൊരു ഹാളിലാണ് ഇരുത്തിയിരുന്നത്. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ആ പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സൊന്നും മാറില്ല, വെക്കാൻ തോന്നിയില്ല. അത്ര പെർഫെക്റ്റ് ബോഡി ആയിരുന്നു. ആ ബോഡി പോലെ ഒരു ബോഡി ഞാൻ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞ. അത് പക്ഷെ ബ്രെയിൻ എന്ന് പറയുന്ന അത് ഇല്ലായിരുന്നു, കലങ്ങിപ്പോയിരുന്നു. തലയടിച്ചാ വീണ. അത് അതിന്റെ ആ ആക്സിഡന്റ് സമയത്ത് ഉണ്ടായിരുന്ന ബാലൻ കെ നായർ, അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അവിടെ ഒരു ഫ്രാക്ചർ, ജോ ബോൺ ഫ്രാക്ചർ, കൈയും ഫ്രാക്ചറായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹം ഒരു പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ പലതും പറഞ്ഞു ബാലൻ കെ നായർ. ആ മരണത്തെക്കുറിച്ച് പല കാര്യങ്ങളും എന്നോടന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് വന്നിട്ടുള്ള ജയന്റെ മരണത്തിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ എക്സ്പ്ലനേഷൻ എന്നോട് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ മകളായിട്ട് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജയന്റെ ഒരു ആവേശമായിരുന്നു സ്റ്റണ്ട് ചെയ്യാന്നുള്ളത്. ഞാൻ കേട്ടിട്ടുള്ളത് ഏതാണ് ഒരു കപ്പലിന്റെ അവിടെ ഒരു ക്രെയിനൊക്കെ, ചന്ദ്രഹാസം എന്ന് പറയുന്ന ഒരു സിനിമയില് ഗോവയിലോ എവിടെയാണ് അതിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടും വായിച്ചൊക്കെ ഉള്ള അറിവിലാണ്. അതിൽ വലിയ ഷിപ്പ്യാർഡില് ക്രെയിനിലെ വള്ളിയിൽ തൂങ്ങിക്കിടന്നിട്ടുള്ള ഒരു വലിയ ഫൈറ്റ് സീനാണ്. അപ്പം അദ്ദേഹം അതിനുവേണ്ടി ഒരുങ്ങിയപ്പം സംവിധായകൻ പറഞ്ഞു, ഇത് വളരെ റിസ്ക് ആണ്, താഴെ വീണ പ്രശ്നമാണ്, ഡ്യൂപ്പിനെ വെക്കണോ എന്ന് ചോദിച്ചപ്പം അറബിക്കടലാ താഴെ വീണ വെള്ളത്തിൽ പോയാലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ചോദിച്ചപ്പം ഡ്യൂപ്പ് വീണാലും റിസ്ക് അല്ലേ. അതും അയാൾ ഒരു ജീവനുള്ള ആളാണല്ലോ. അതുകൊണ്ട് എന്നെ തന്നെ കാണണം പ്രേക്ഷകര് അതിനകത്ത് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിസാഹസികമായിട്ടാണ് അന്നും ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ രംഗങ്ങളെല്ലാം തന്നെയാണ് ചെയ്തത്. അത് ഞാൻ ഒരിക്കൽ ജയനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഗ്രൂപ്പിനെ ഇടുന്നത് ഒരു മോശമാണ് എന്ന് കരുതണ്ട. കാരണം അവർ ട്രെയിൻഡ് ആണ്, നമ്മൾ ട്രെയിൻഡ് അല്ല. ദേ നോ വാട്ട് ടു ഡു, ഹൗ ടു ഡു. അപ്പൊ അവർക്ക് റിസ്ക് കുറവാണ്. നമ്മൾ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് റിസ്ക് കൂടുതലാണ്. ഇല്ലെങ്കിൽ യു ഗെറ്റ് ട്രെയിൻഡ്. ത്യാഗരാജ മാസ്റ്റർ എടുത്തു, ആരടുത്തെങ്കിലും ട്രെയിനിങ് എടുത്തു. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റണ്ട് സീൻസിലേക്ക് ട്രെയിനിങ് ത്യാഗരാജ മാസ്റ്റർ എടുത്തെന്നാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകാലം ഞാൻ അവരുടെ സ്റ്റണ്ട് യൂണിയനിലെ മെമ്പറുമായിരുന്നു. കുറച്ചു കാലം മെമ്പറായിരുന്നു. അയ്യോ, അത് പുതിയ അറിവാ. ഒരു സിനിമയ്ക്ക് വേണ്ടി സ്റ്റണ്ട് പഠിച്ചതല്ലാണ്ട് സ്റ്റണ്ട് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തു ഞാൻ. അത് വേറൊരു ഇഷ്യൂവിന് വേണ്ടി എടുത്തതാണ്. പക്ഷെ എന്നാലും ഞാൻ അവിടുത്തെ മെമ്പറായിരുന്നു.
ഓ 2 വർഷം മെമ്പറായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ചന്ദ്രഹാസൻ പറഞ്ഞതുപോലെ തന്നെ ആവേശം എന്നോ മറ്റു പേരുള്ള ഒരു പടത്തിൽ മലമ്പാമ്പുമായിട്ട് മൽപ്പിടുത്തമുണ്ട് ജയൻ സാറിന്. അതില് ഈ മലമ്പാമ്പ് അദ്ദേഹത്തിന്റെ കഴുത്തി ചുറ്റിപ്പോയി. എന്നിട്ട് ശ്വാസം മുട്ടി വളരെ പാടുപെട്ടിട്ട് പുള്ളി തന്നെ ഊരിയെടുത്തിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടില്ല. എന്നിട്ടും ഈ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ഇത് ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ. ആക്ച്വലി മലമ്പാമ്പിന്റെ ഇഷ്യൂ സർപ്പം എന്നുള്ള പടത്തിലാണ് ആദ്യമായിട്ട് ജയൻ മലമ്പാമ്പുമായിട്ട് അഭിനയിക്കണേ. അത് ഞാനാണ് അതില് ഹീറോ. അപ്പൊ അതില് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മലമ്പാമ്പിന് ഇത് വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കില്ല, തന്നെത്താനെ ചെയ്യുന്നു. പിന്നെയാണ് ഈ പടം വന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഹരമായിരുന്നു അദ്ദേഹത്തിന് ഈ റിസ്ക് എടുക്കുക എന്നുള്ളത്. പ്രോബബ്ലി ഒരു നേവി ഓഫീസർ ആയതുകൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ സിനിമയിൽ ഈ റിസ്ക് എടുക്കലിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഉണ്ട്. ബെഡ് ഉണ്ട്, റോപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അന്ന് സത്യത്തിൽ ഇതും ഇല്ല, ഒന്നുമില്ല. കാരണം ഇപ്പൊ നമ്മൾ റോപ്പിൽ തൂങ്ങിയാലും നമുക്ക് CG ചെയ്യുമ്പോ ഈ റോപ്പ് അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ മതി. അന്ന് റോപ്പ് ഫിലിമിൽ പതിഞ്ഞു. അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ആ സമയത്ത് അല്ലേ. പണ്ട് നമ്മൾ എല്ലാം സ്വന്തം ചെയ്തേ പറ്റൂ. ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം വിളിക്കുകയാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന അതുല്യ നടൻ ജയൻ. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട റീന. സ്വാഗതം. ജയൻ സാർ സിനിമയിൽ എത്തുന്നതിന് മുമ്പേ സിനിമയിലുണ്ടല്ലോ. ഞാൻ ആദ്യമായി 74 ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. ജയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1976 അഗ്നിപുഷ്പം. അതിൽ അഭിനയിക്കുമ്പോഴാണ്. അതിലൊരു പോലീസ് ഓഫീസറായിട്ട് ചെറിയ റോളായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു 78, 79 ഈ 2 കൊല്ലമാണ് അതെ നമ്മളിപ്പോ ആഘോഷിക്കുന്ന എല്ലാ സിനിമകളും എല്ലാം ഭയങ്കര ബിസിയുമായിരുന്നു. ഐ മീൻ ടോട്ടലി 78, 79 ആണ് അങ്ങാടി, മൂർഖൻ, തീനാളങ്ങൾ, അത് സർവ പടങ്ങള് 79, 80 വന്നിട്ടുള്ളത്. ഇത് 76 കാണുന്നത്. 76 ജയസിയേട്ടന്റെ പടമാണ് അഗ്നിപുഷ്പം. അതൊരു പോലീസ് ഓഫീസർ. അപ്പൊ കമലഹാസൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കമലായിരുന്നു നായകൻ തോന്നുന്നു. പിന്നെ ഭാര്യ ചേച്ചിയായിരുന്നു ഹീറോയിൻ, ഞാൻ അനിയത്തിയായിട്ട്. അപ്പൊ ഈ പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ എനിക്ക് ആരാന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഭാര്യ ചേച്ചിയുടെ അമ്മയാ പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലി ജയഭാരതി ചേച്ചിയുടെ മുറച്ചെറുക്കനാ പറയുകയാണെങ്കിൽ മുറച്ചെറുക്കനാ, അമ്മാവിന്റെ മകനാ. ഓ അപ്പൊ ഭാര്യ ചേച്ചി അവിടെ ഒന്നും ബേബി അണ്ണാന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ആരാ ഈ ബേബി അണ്ണ നോക്കുമ്പോ ജേട്ടനായിരുന്നു. അപ്പൊ അങ്ങനെ ഭാര്യ ചേച്ചിയുടെ അമ്മയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ അങ്ങനെയാണ് ജേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ഈ കൃഷ്ണൻ നായരും ജയനും കൂടാതെ ബേബി അണ്ണൻ വിളിക്കപ്പെടുമായിരുന്നു. അത് ഭാര്യ ചേച്ചി മാത്രമേ വിളിക്കത്തുള്ളൂ, വേറെ ആരും വിളിക്കത്തില്ല. കുടുംബത്തിൽ വിളിച്ചിരുന്നാ തോന്നുന്നു. അത് ഞങ്ങളാരും ഭാരതി വിളിക്കാറുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ പുറമെ ആർക്കും അറിയാത്തൊരു പേരാ. ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് അറിയൂ. ഭാരതി ചേച്ചി വിളിക്കുന്നത് കേട്ടുള്ള പരിചയമുള്ളവർക്ക് അറിയാം, വേറെ അങ്ങനെ അറിയില്ല ആർക്കും. അങ്ങനെ ബേബിയാണോ വിളിക്കും. സോ അങ്ങനെ പരിചയപ്പെട്ടത്. ഇപ്പോ ജേട്ടൻ ചീട്ട് കളിക്കുമായിരുന്നു. എന്റെ മമ്മിക്ക് ചീട്ടാൻ ഭയങ്കര ഭ്രാന്താണ്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്. പിന്നെ ടെക്നീഷ്യൻസ്, കോസ്റ്റ്യൂമർ. ഈ എന്നോട് പോയി അഭിനയിക്കുന്ന പറഞ്ഞിട്ട് മമ്മിയൊക്കെ ആയിരുന്നു ചീട്ട് കളിക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ജേട്ടനുമായിട്ട് ഞങ്ങൾ ക്ലോസ് ആയത്. ജേട്ടൻ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ ആയിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻഡ് ആളായിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻ, എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ ആയിരുന്നു ജേട്ടന്. ഫുഡിന്റെ കാര്യത്തില് അതൊക്കെ ഭയങ്കര, ചായ കാപ്പി കുടിക്കുന്ന കാര്യം തൊട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഹെൽത്തിന്റെ കാര്യത്തിൽ ഹി വാസ് എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ PT വർഗീസ് എന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിനെ പറ്റിയുള്ള പുസ്തകമുണ്ട്. അതിന്റെ ഒരു കവറിൽ അച്ചടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനൊരു ഈശ്വര വിശ്വാസം അങ്ങനെ ഭയങ്കര പ്രകടിപ്പിക്കുന്ന പരിപാടികള് ഇല്ല. അമ്പലത്തിൽ പോകുക അങ്ങനെയൊന്നുമില്ല. എന്നാൽ വിശ്വാസിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയാം, അദ്ദേഹം ശിവഭക്തനായിരുന്നു. അത് നല്ലോണം എനിക്കറിയാം. കാരണം എനിക്കും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് വളരെ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ശിവനെയാണ് ഇഷ്ടം.
പക്ഷെ അങ്ങനെ അല്ല അത് പോവാ അങ്ങനെ അമ്പലം എടുക്കുക കുറി തൊട്ട് അതൊന്നും ഒന്നുമില്ല. അദ്ദേഹം ഒരു കോട്ടായിട്ട് ആ ബുക്കിൽ അദ്ദേഹം പറയുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവനവനുള്ള വിശ്വാസവും കൃത്യനിഷ്ഠയും സത്യസന്ധതയും, ഇതാണ് ശക്തി, ഇതാണ് എന്റെ ശക്തി എന്ന് അത് തന്നെയാണ് സനാതനധർമ്മം പറയുന്നതും. ആ അതിൽ വിശ്വസിച്ചിരുന്നു. അതിൽ വിശ്വസിച്ചിട്ടാണ് ഇത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. പിന്നെ ഞാൻ വളരെ കൗതുകമുള്ളൊരു കാര്യം ആ ബുക്കിൽ പറയുന്നത് കേട്ടുള്ളത്, വലിയൊരു ബന്ധുബലം പ്രത്യക്ഷത്തിൽ ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ വലിയൊരു ബന്ധുബലം ഉള്ളതിനേക്കാളും അമ്മയുടെ ഫോട്ടോ വെച്ച് ഭയങ്കര പൂജിക്കുന്ന ആളായിരുന്നു. അമ്മയെ ഭയങ്കര താല്പര്യം. അമ്മയുടെ ക്ലോസ് ആയിരുന്നു. ആ അപ്പോ നേവിയിലോ മറ്റേ അദ്ദേഹം ജോലി ചെയ്യുമ്പം ജീവിച്ചിരിക്കുമ്പോ അമ്മയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കും. നമ്മൾ സാധാരണ നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒരാളുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുള്ളൂ. അപ്പം കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അമ്മയില്ലേ ചോദിച്ചപ്പോ അമ്മയുണ്ട്, എന്താ പോയാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഒപ്പം ഉള്ളപ്പം പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരൻ കൂടെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ നേവിയിലൊക്കെ ജോലി ചെയ്ത അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കോട്ട കിട്ടുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും മദ്യപിക്കില്ലായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, ഞമ്മല്ല ചായ കാപ്പി വരെ അങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു. ഇനി അദ്ദേഹത്തിന് പാട്ട് വലിയ കമ്പമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചേട്ടന്. പക്ഷെ പാടിയാൽ പാടാൻ പാടില്ല. പാടാൻ പാടില്ല. ആണല്ലേ? പാടുമായിരുന്നോ? ആ ബുക്കിൽ അദ്ദേഹം തന്നെ ട്യൂണിട്ട് പാടുമായിരുന്നു എന്നൊക്കെ അത് എഴുതി. തന്നെ ചെയ്യുമായിരുന്നു, പക്ഷെ കേൾക്കാൻ പ്രേക്ഷകരുണ്ടാവാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ. വളരെ ഇഷ്ടമാണ് ചേട്ടൻ. എനിക്ക് ഞാൻ ഇതിനിടയിൽ ഔട്ട് ഓഫ് ദോസ് ഒരു കാര്യം, അതായത് പാടാൻ അറിയാത്തവര് പാട്ട് ഇഷ്ടപ്പെടുന്ന പോലെ സത്യത്തിൽ പാടാൻ അറിയുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് അറിയാത്ത, ഞാൻ ഉൾപ്പെടുന്ന സംഘത്തിന് പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് വലിയ കൊതിയും എല്ലാം കാണാപ്പാടം കിട്ടാത്ത ഒരു ജനകീയ സിദ്ധിയെ കുറിച്ചുള്ള വലിയ കൊതിയാണത്. വളരെ കറക്റ്റാ പറഞ്ഞത്, വളരെ കറക്റ്റാ. ഇപ്പം നേരത്തെ പറഞ്ഞു, ആ കാലത്ത് ഒരു സൗഹൃദങ്ങളിലൂടെയൊക്കെ സിനിമയിൽ എത്തിയിട്ടുള്ള ആളാണ്. സിനിമയിൽ ആദ്യം വരുമ്പം രവികുമാർ സാറിന്റെ അച്ഛൻ നിർമ്മിച്ച സിനിമയിലാണ് വന്നത് എന്ന് പറഞ്ഞു. ജയൻ എന്ന അതുല്യ നടന്റെ ഓർമ്മകളുമായി പ്രിയപ്പെട്ട രവികുമാർ. കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയൻ ആദ്യത്തെ പടം അദ്ദേഹം ചെയ്യുന്ന ഒരു പാട്ട് സീനായിരുന്നു ശാപമോക്ഷം എന്ന് പറഞ്ഞ ഡയറക്ടർ ജെ.സിയുടെ പടം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർമ്മിച്ച ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ പടം 1974 ഒരു ക്യാരക്ടർ വില്ലനായിട്ട് ചെയ്യിപ്പിച്ചു. അന്നു മുതൽ അങ്ങേര് മരിക്കണ വരയ്ക്കും ഒരുപാട് പടങ്ങൾ. ഞങ്ങൾ അവസാനമായിട്ട് ചെയ്ത പടം കോഴിക്കോട് വെച്ച് ശക്തി എന്ന് പറഞ്ഞ പടം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് പടങ്ങൾ ചെയ്തില്ല. ആദ്യ പടം മുതൽ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു, നല്ലൊരു ഫ്രണ്ടായിരുന്നു. അദ്ദേഹം ഉയരത്തിലേക്ക് പോയി മലയാള ഇൻഡസ്ട്രിയിൽ ഒരു വലിയ സ്റ്റാറായി. ആയപ്പോഴും ആ പഴയ ജയനായിട്ടായിരുന്നു എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നോട് മാത്രമല്ല എല്ലാവരോടും. അങ്ങേര് അത്ര വലിയൊരു സ്ഥാനം വന്നു കഴിഞ്ഞിട്ടും ആ അഹങ്കാരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതായിരുന്നു ജയൻ്റെ വിജയം. അദ്ദേഹവും ഇല്ല. പക്ഷേ ആ സൗഹൃദം ഞാൻ ഇന്ന് വരെ മറന്നിട്ടില്ല. രവികുമാറിനോട് ഇന്നാൾ ഞാൻ ചോദിച്ചിരുന്നു ആ പടത്തിനെ കുറിച്ച്. ആദ്യത്തെ രവികുമാറിന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഓ ആ ചെറിയ കാര്യമല്ല. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞ 1 കൊല്ലം 34 പടമൊക്കെ അഭിനയിച്ചതിനെ പറ്റി 10-30 കൊല്ലം കഴിയുമ്പോ ചോദിച്ചാല് എങ്ങനെ ഓർമ്മ വെക്കാനല്ലേ വലിയ പാടാ. അതൊരു എനിക്ക് തന്നെ ഞാൻ അഭിനയിച്ച പടം എനിക്ക് ഓർമ്മയില്ല. ശ്രീവിദ്യ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്തൊരു പടം. അതാണ് ഈ ഒരു രാഗം പല താളം. ആ വിദ്യ ചേച്ചി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ല, തമിഴിന്റെ റീമേക്ക് ആയിരുന്നു. മധുവേട്ടനും ജേട്ടനും അഭിനയിച്ച ഒരു രാഗം പലതാളം. ഈ പടവും തമിഴിലെ റീമേക്ക് ആയിരുന്നു. മധുവേട്ടനും ജേട്ടനും അഭിനയിച്ച പടം. വേറൊന്ന് വലിയ എന്നുള്ള പടം രഘുട്ടൻ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രഘുട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. എന്റെ ഹസ്ബൻഡ് അനിയനാണല്ലോ. അതെ. അപ്പൊ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം ശക്തി. അതാണ് രവികുമാർ ഇപ്പൊ പറഞ്ഞത്. കോഴിക്കോട് വെച്ച് ഷൂട്ടിംഗ് നടന്നത്. കോഴിക്കോട് ഷൂട്ട് ചെയ്തപ്പോ നിങ്ങൾ പോയി കണ്ടു എന്ന് പറഞ്ഞ പടം വേറെയാണ്. അത് വേറെ. ഇത് കുറെ കാലത്തിന് ശേഷം. ശക്തി പിന്നെ ജയൻ പേരെടുത്തതിന് ശേഷമുള്ള പടങ്ങളാ. ഈ കൊമ്പിൽ കിലുക്കും കെട്ടി എന്നുള്ള പാട്ടില് ചേച്ചിയില്ലേ? ഇതില് കരിമ്പനയിലെ അതില് ചേച്ചിയല്ലേ ഉള്ളത്? അതെ അതെ. ആ
അതൊക്കെ വലിയ ഹിറ്റ് പാട്ടുകളാണ്. രണ്ടുപേർക്കും ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട് കേട്ടോ സിനിമയില്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോ പിന്നെ ജേട്ടൻ സീമനുമായിട്ട് കൂടുതൽ ആ പടത്തിലൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര ഹിറ്റായ പാട്ടുകള്, വലിയ ഹിറ്റുകളാണ്. ഭയങ്കര ഹിറ്റായിരുന്നു. ലിപ്പ് ചെയ്യുന്നതൊക്കെ നല്ല രസമാട്ടോ. നിങ്ങൾ പാടില്ലെന്ന് പറഞ്ഞാലും സാധാരണ വളരെ മാച്ചോ ആയിട്ടുള്ള മസിലുള്ള ആളുകൾക്ക് താളം എന്ന് പറയുന്നത് ഒരു ഇത്തിരി പാടാ. അതെ അതെ അതെ, ചേട്ടൻ ആസ്വദിച്ച് പാടും, നല്ല താളമായിരുന്നു. ആസ്വദിച്ച് പാടുമായിരുന്നു. കണ്ണും തമ്മില് കസ്തൂരി മാൻമിഴി മലർച്ച ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞ ചാം ചിച്ച ചൂം ചിച്ച, അതെ അതെ, അതിലൊക്കെ ഏതോ ഒരു സിംഗപ്പൂരുകാരിയാ കൂട്ടത്തില് അല്ലേ? അതൊക്കെ ആരാണോ? നല്ല താളബോധം ഉണ്ടായിരുന്നു, നല്ല താളബോധം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മാസ്കുലിനിറ്റി വിടില്ല. എല്ലാ മൂവ്മെന്റിലും ആ ഒരു മാസ്കുലിനിറ്റി ഉണ്ടാവും. പിന്നെ ആ ഒരു നടപ്പുണ്ടല്ലോ, അത് ക്വൈറ്റ് ഡിഫറെന്റ് ആയിരുന്നു ഫ്രം അത്. ഡിഫറെന്റ്. ആടി നടത്തുന്നത് ആന വരുന്ന പോലെയാ. നല്ല ഒരു സന്യാസിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്. ഏതോ ഒരു സ്വപ്നം. ശ്രീപദം വിടർന്ന സരസ് ആ വനം, അതിലാണ് ചേച്ചിയായിരുന്നു പൂമാനം പൂത്തുലഞ്ഞ് കനകദുർഗ ജയൻ സാറിന്റെ പാട്ടുകളാ. പക്ഷെ നമ്മൾ ആകെ ഒരു കസ്തൂരിമാൻ വഴിയും ചിലതാണ് വളരെ പുതിയ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീപദം വിടർന്ന സരസീരകം, പൂമാനം പൂത്തുലഞ്ഞ്. ഇനി മദനോത്സവത്തിലൊരു ഡോക്ടറുണ്ട്. അതൊക്കെ അദ്ദേഹം നല്ല സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോ ചെയ്ത ചെറിയ വേഷങ്ങളാ അല്ലെ? അങ്ങനെ ചെയ്യുന്നതിനും അന്ന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു തോന്നുന്നല്ലേ? അന്ന് പിക് പോക്കറ്റ് എന്നുള്ള പടത്തില് പ്രേം നസീർ ഖാന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജേട്ടൻ എല്ലാ റോളും ചെയ്യും. പാഷനായിരുന്നു അഭിനയിക്കുന്നത്, ഒരു വളരെ പാഷനായിരുന്നു ജേട്ടന്. അഭിനയിച്ചാൽ മാത്രം മതി. ഈസ് വെരി, അതായത് ഈ വാസ് ലിവിങ്. എനിക്കത് സീമ ചേച്ചി ജയന്റെ അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ആണോ? ഇല്ല ഐ ഡോണ്ട് തിങ്ക് സോ. അന്ന് ജയൻ വലിയ നടനായിട്ടില്ല. പക്ഷെ നസീർ ഖാന്റെ അച്ഛനായിട്ട് പിക് പോക്കറ്റില് ഞാനായിരുന്നു ഹീറോയിൻ. അതിന്റെ ലാസ്റ്റില് ഒരുമിച്ച് കാണലും പിരിഞ്ഞുപോയ മകനെ പിന്നീട് അവസാനം കാണുന്ന പോലൊക്കെയാണ് ആ പടത്തില്. പോലീസ് ഓഫീസറാണ്. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് ദീപം നോ മറ്റോ ആണ്. ദീപം നല്ലൊരു പടമാണ്. അത് ജയൻ സർ മരിച്ച ശേഷമാണ് റിലീസായെന്നാണ് എന്റെ ഓർമ്മ. ഓർമ്മ എന്താ വെച്ചാൽ ഞാൻ നോക്കി റെഫർ ചെയ്തതിൽ കണ്ടത്. അതില് സീമ ചേച്ചി അമ്മയെന്നാണ് കേട്ടിട്ടുള്ളത്. അന്ന് നടന്മാർക്കോ നടിമാർക്കോ ഇമേജ് ഇല്ല, അങ്ങനെ ഒരു ഇമേജ് ഇല്ല. ഇമേജ് ഒന്നും ഇല്ല. അതെ. ഇപ്പൊ ലിസ എന്നുള്ള പടത്തില് ഭവാനിയാണ് ഹീറോയിൻ. ഭവാനി വളരെ എന്താ പറയാ, ഓൾ ത്രൂ ദി ഫിലിം ഭവാനിയുടെ പടമാണത്. ഞങ്ങളൊക്കെ അതിലുണ്ട്. ഞാനുണ്ട്, നസീർക്ക ഉണ്ട്, രവികുമാറുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ജേട്ടനില്ലേ അതില്? ഓ, ജയനുണ്ട്. എന്റെ പേരായിട്ട് ജയനായിരുന്നു അതില്. ജേട്ടനുണ്ട് ലിസയില്. ഒരു ബെഞ്ച് മാർക്ക് ഹൊറർ സിനിമയാണ്. അതെ അതെ. അതിന് നസീർക്ക വളരെ ചെറിയ ഒരു പാട്ടോ 2 പാട്ടും ഒരു 3 സീനും അത്രേ ഉള്ളൂ. പക്ഷെ നസീർ ഖാൻ അതിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു ഇമേജ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അല്ല, അതെന്ത് ചെയ്താലും നിങ്ങൾ ഇത്രയും പേർക്ക് അപ്പുറം മറ്റൊരാൾ അവിടെ ഇല്ലെന്നേ. ചാഞ്ഞും ചെരിഞ്ഞും തിരിഞ്ഞും ഒക്കെ വിരൽ മുടക്കിയാൽ തീരുന്ന ഇത്ര ആൾക്കാരാണ് എല്ലാ ഇതുള്ളത്. ഒരു ദിവസം 3 ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അത് പണ്ടൊക്കെ മെഡ്രാസിലായിരുന്നല്ലോ ഷൂട്ടിംഗ്. രാവിലെ 7 to 1 ആണെങ്കിൽ അവിടെ നസീർ അങ്കിൾ ഹീറോ ആയിരിക്കും. ഹീറോയിൻ ഒന്നെങ്കിൽ ഭാര്യ ചേച്ചി, ഷീല ചേച്ചി, ആരെങ്കിലും ആയിരിക്കും. അമ്മ കവിർ പൊന്നമ്മ ചേച്ചി ആയിരിക്കും, ഞാൻ അനിയത്തി ആയിരിക്കും. ഒരു ദിവസം 3 സെറ്റിലും ലാസ്റ്റ് നസീർ അങ്കിൾ പറഞ്ഞു, ഉച്ചക്ക് അവിടെ ഇഞ്ഞൊരു സ്ഥലത്താണ് ഷൂട്ടിങ്, നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് പോവാം ആ ഷൂട്ടിങ്ങിൽ. പിന്നെ 6 to 9 ഇഞ്ഞൊരു ഷൂട്ടിങ്. അവിടെ ഞങ്ങൾ 3 പേര്, അമ്മയും 2 മക്കള്, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. കഥ മാത്രം, കഥയും പേരും മാറും മാത്രം. കമലഹാസന്റെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. എന്താ കേൾക്കുന്നത്? ആദ്യത്തെ പടം കുറ്റം ശിക്ഷ എന്നുള്ള പടത്തില് ആദ്യമായിട്ട് ഞാൻ കമലഹാസന്റെ അമ്മയായിട്ട്, ഞാനും സോമൻ MG സോമനാണ് അച്ഛനും അമ്മയും. ശ്രീദേവിയായിരുന്നു അതില്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം സോമേട്ടനും കമലഹാസനും അങ്ങനെ അന്നോട്ടുള്ള ബന്ധമായിട്ട് ഭയങ്കര ബന്ധമാണ്. അദ്ദേഹത്തിന്റെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് സമയം അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ജയൻ സാറിന്റെ എപ്പിസോഡ് വരുമ്പോ ഇത് ആ ഒരു കാലഘട്ടം വളരെ ഇന്റർ കണക്റ്റഡാ. എല്ലാരും ഒരു സെപ്പറേറ്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 3 പേര് പോയിന്ന്, ഒരു സെപ്പറേറ്റ് ദ്വീപുകൾ കൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രൊഡക്ഷൻ വേണ്ടി വേണ്ട നസീറങ്ങളുടെ കാറിൽ തന്നെ എന്നെയും ഞങ്ങളൊക്കെ കൊണ്ടുപോകും. അതെ. അപ്പൊ ഒരാളുടെ എപ്പിസോഡ് ചെയ്യുമ്പം ഈ ഇതിലെ കുറെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ പല എപ്പിസോഡുകൾ തമ്മിൽ വലിയ കണക്ഷനാ. അതില് ഒരു കാലഘട്ടത്തിലാണല്ലോ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ജയൻ എന്നുള്ള പേരിട്ടത് ഇപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ പറയേണ്ട, അത് ജോസ് പ്രകാശ് സാറിന്റെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. ജോസ് പ്രകാശ് സാറാണ്
ജയൻ എന്നുള്ള പേരിട്ടത്, കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി അതെ, അതെ, അതെ. ജയൻ എന്നുള്ള പേരിട്ടത് രാജൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അവര്. തുണിക്കടയിൽ വന്ന് നല്ല ഷർട്ടൊക്കെ ഇട്ട് സ്ഥിരം അവിടെ നിന്ന് അവിടുന്ന് എനിക്ക് സിനിമയിൽ അങ്ങനെ അതെ. പറഞ്ഞിട്ടുണ്ട്. ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ. അതിനുശേഷം വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഒരു കടയുണ്ട്, ജോസ് പ്രകാശ് ആൻഡ് സൺസ്. അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻ നായർ. അവിടെ വന്നേക്കും ഇരിക്കും, ഭയങ്കര എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ ജേസിയോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ. അപ്പം കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്ന് പേരിട്ട് ജ്യേഷ്ഠനാണ്. നേരത്തെ പറഞ്ഞല്ല കരിമ്പനയിലെ പാട്ട് ചേച്ചിക്കാണെങ്കിൽ ഈ സ്വർണ്ണ മീനിന്റെ ചേലത്ത് അതൊക്കെ ചേച്ചിയല്ലേ? ഞാനാണ്. സർപ്പത്തില് സീമയുടെ പേരായിട്ട് സീമിൻ ജയനുമായിരുന്നു. പക്ഷെ പാട്ടിലില്ല. പാട്ടില് രവികുമാർ, നസീർക്ക, ഞാന്, ഭവാനി. ഓർമ്മകൾ മരിക്കുമോ അതിലെ ജയന്റെ അനീതിയായിട്ടായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, നല്ല സീൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാനും ജയനുമായിട്ട് ഒരുപാട് നല്ല സീൻസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പാട്ടിനെ പറ്റി ഇങ്ങനെ പറയുമ്പം പാടൂലല്ലോ. ഇല്ല, ഞാൻ പാടൂലല്ലോ. ഇല്ല. എന്നാൽ നമുക്കൊരു ഒരു സഹായം ആവശ്യമുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളിൽ നായിക, പ്രതിനായിക, കോമഡി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ്. വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ മുമ്പൊരിക്കൽ നസീർ സാറിന്റെ എപ്പിസോഡിൽ വന്നിട്ടുള്ള ആളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ശ്രീലത നമ്പൂതിരി. ശ്രീല ചേച്ചി, വീണ്ടും സ്വാഗതം. ഞങ്ങളിങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ വർത്തമാനം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നസീർ സാറിന്റെ എപ്പിസോഡിനാണ് ഇതിനു മുമ്പ് ശ്രീല ചേച്ചി വന്നിട്ടുള്ളത്. ജയൻ സാറിന്റെ എപ്പിസോഡിലേക്ക് വരുമ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ശാപമോക്ഷം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയിലും കൂളിളക്കം എന്ന് പറയുന്ന ജയൻ സാർ അഭിനയിച്ച അവസാനത്തെ സിനിമയിലും, ഈ 2 സിനിമ ഉൾപ്പെടെ 40ഓളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു. ഒരു കൊല്ലം 20 പടം, അടുത്ത കൊല്ലം 20 പടം, അടുത്ത കൊല്ലം 20 പടം, എല്ലാം ഏതാണ്ട് ഒരേ ആർട്ടിസ്റ്റുകൾ, ഏതാണ്ടൊക്കെ ഒരേ ഡയറക്ടേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ വേർതിരിച്ച് പിന്നീട് അറിയുക എന്ന് പറയുന്നത് ഭയങ്കര നിങ്ങളായോണ്ട് ഇത്രയെങ്കിലും അറിയുന്നു എന്ന് പറയുന്ന ആളാ ഞാൻ. അത്ര ആഗ്രഹിച്ച് പാഷനേറ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ചെയ്ത് വിട്ടാൽ പിന്നെ അത് റീകളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. എങ്ങനെയായിരുന്നു ആദ്യം കണ്ടത്, ഓർമ്മകളും ഒക്കെ? ആദ്യം സിനിമയിൽ വരുന്നതിന് മുമ്പ് കണ്ടു. അന്നൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ, മറ്റേ ജോസ് പ്രകാശ് ചേട്ടന്റെ മകന്റെ രാജൻ ജോസഫ്. രാജന്റെ കട. ഞാൻ തൊട്ട ഒരു ചെരുപ്പൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്, സിൽക്കോൺ ആണെന്ന് തോന്നുന്നു. സിൽക്കോൺ. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് പിന്നെ പുള്ളിയെ കാണുന്നത്. ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. സിനിമയാണല്ലോ. അതെ. അയ്യോ, ഞാൻ ഒത്തിരി സിനിമ കണ്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ജോലിയൊക്കെ രാജിവെച്ചപ്പോൾ എനിക്ക് ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യട്ടോ, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ജയൻ അവസരം ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ശ്രീല ചേച്ചിയോട്? അല്ലേ? അയ്യോ, ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ഭയങ്കര. അതെ അതെ, രാജനും എന്നോട് റെക്കമെൻഡ് ചെയ്തു. അപ്പം ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ ഒത്തിരി സിനിമ അഭിനയിക്കുന്നില്ല, പറയണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ. അങ്ങനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞു പുള്ളി ശാപമോക്ഷത്തിൽ അഭിനയിച്ചു. അപ്പൊ ഞാൻ നമുക്ക് വെറുതെ ഒരു ഇൻഡ്യൂഷൻ തോന്നുമല്ലോ, ഒരാളെ കാണുമ്പം ആ ചാൻസ് ഇവൻ കയറി വരും, അല്ലെങ്കിൽ ഇന്നലെ നാളെ വരും. അങ്ങനെ ഇത് മാത്രമല്ല, നിങ്ങളോട് ഒരുപാട് പേര് വഴിയിലും കാഴ്ചയിലും ഒക്കെ കാണുമ്പോഴൊക്കെ ചാൻസ് ചോദിക്കുകയൊക്കെ സാധാരണമാണ്. ഒരു ചെറുതായിട്ടെങ്കിലും ഈ ചോദിച്ച സമയത്ത് ഇതൊരു 5-6 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരാളാന്നുള്ളൊരു സൂചന തോന്നിയിട്ടുണ്ടോ, ഒരു ഗെറ്റപ്പിലും സെറ്റപ്പിലും ഒക്കെ? ആ ഗെറ്റപ്പ് കണ്ടപ്പോ എനിക്കൊരു വലിയ നല്ല ബോഡിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരാൾ. കൊള്ളാം. അതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ശരീര സൗന്ദര്യമുള്ള ഒരു നടനില്ല. ഇല്ല. നസീർ സാറ് പിന്നെ എപ്പോഴും ഒന്നും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ കുറച്ച് കുടവേറും ഇതൊക്കെ ഇട്ടൊക്കെയാ. പക്ഷെ തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാമല്ലോ. അപ്പൊ ആ നിൽക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ഒരു മെജസ്റ്റിക് ആയിട്ട്. അപ്പൊ ഞാൻ എവിടെങ്കിലും ഒക്കെ രക്ഷപ്പെടും. അപ്പൊ എനിക്ക് തോന്നിയിരുന്നു ആരോടെങ്കിലും ഒക്കെ പറയാം, അങ്ങനെ തോന്നിയിരുന്നു. അതിനുശേഷം സിനിമ കാണുന്നത് ശാപമോക്ഷം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ ഒരു സിനിമയുടെ സെറ്റിൽ. അങ്ങനെ ശാപമോക്ഷത്തിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, കോമ്പിനേഷൻ ഇല്ല. എന്റെ ഓർമ്മ. പിന്നെ വേറെ സിനിമയില് പിന്നെ ഞാൻ ഇവിടെ വരെ
just ഒരു ചെറിയ വിഷം, ഒരു വള്ളമൊന്നും വളരെ വലുതായിട്ട്. ചെറിയ- പക്ഷെ അത് നോട്ട് ചെയ്തിരുന്നു, എല്ലാരും നോട്ട് ചെയ്യും അത്. നോട്ട് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ കുറേ പടങ്ങളും അങ്ങനെ വന്ന് പെട്ടെന്ന് 76 കഴിഞ്ഞിട്ടാണ് ഈ ഫുൾ ത്രോട്ടിലുള്ള ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ലെവലിലേക്ക് ചെയ്യുന്നത്. അതുമില്ല, 76 ഇല്ല, 78 അതെ. ആ 76 ചെറിയ ക്യാരക്ടേഴ്സ്, വില്ലൻ റോള് അങ്ങനത്തെ കാരണം ഇവൻ എന്റെ പ്രിയപുത്രനിൽ ജേട്ടൻ വില്ലനായിരുന്നു. ഞാൻ നസീറങ്കളുടെ അനിയത്തിയായിരുന്നു. അതിൽ എന്നെ റേപ്പ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു ജേട്ടൻ. അപ്പൊ ജേട്ടൻ വാസ് ജസ്റ്റ് അപ്കമിങ് ആർട്ടിസ്റ്റ്. 77 സമയത്താണ്. നേരത്തെ പറഞ്ഞ പോലെ സാഹസികമായ പരിപാടികൾ ചെയ്യുന്നതിനകത്ത് തച്ചോളി അമ്പു എന്ന് പറയുന്ന ഒരു സിനിമയില് സിംഹവുമായിട്ടുള്ള മൽപ്പിടുത്തം ഉണ്ട്. ചെയ്യുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഞാൻ ബുക്കിൽ വായിച്ചാണ് ഈ സിംഹത്തിന് ചെറിയ മയക്കുമരുന്ന് കൊടുത്തിട്ടായിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സിംഹം ഇച്ചിരി ആക്റ്റീവായിട്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കൊടുക്കാണ്ട് കഴിഞ്ഞിട്ട് സിംഹം ഒരു അടി കൊടുത്തിട്ട് ബോധം പോയിട്ടുണ്ടെന്ന് ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. ആരും കേറൂല്ലോ. പിന്നെ ഒരു പ്രഭു എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ഒരു രത്നം മോഷ്ടിക്കാനായിട്ട് തലകീഴായിട്ട് കാലിൽ കയറ് കെട്ടിയിട്ട് താഴത്തേക്ക് വന്നിട്ട് തിരിച്ചെടുത്തിട്ട് പോകുന്ന സീനുകള്. ഈ ശക്തി എന്ന് പറയുന്ന ഒരു പടത്തിൽ അന്ന് നമ്മുടെ എൻറ്റർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന ബ്രൂസിലിയുടെ ഒരു പടത്തിന്റെ ക്ലൈമാക്സിൽ മുഴുവൻ ചില്ലുകൾ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഫൈറ്റ് സീൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പൊ നേരത്തെ വിധുവാല ചേച്ചി പറഞ്ഞ പോലെ ആര് പറഞ്ഞാലും ഈ സാഹസികതയെന്ന് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ അല്ലേ? ഇല്ല, ഭയങ്കര പാഷനറ്റ് ആയിരുന്നു, അഡ്വഞ്ചറസ് ആയിരുന്നു. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്, സ്റ്റണ്ട് ചെയ്യാനായിട്ട് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു അതിലൊരു ഹരം കണ്ടിരുന്നു. ഹി വാസ് എൻജോയിങ് ഇട്ട്. അതാ അതുകൊണ്ടാണ് നമുക്കിപ്പോ എൻജോയ്മെന്റ് ഇല്ലാത്തൊരു സാധനം ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. പക്ഷെ അദ്ദേഹം അതിലായിരുന്നു എൻജോയ്ഡ്. ഹി വാസ് ഡൂയിങ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് മടുപ്പില്ലാതെ ചെയ്തിരുന്നു. പുള്ളിക്കൊരു തൃപ്തി വരണം. അതെ. ഈ കോലിളക്കത്തിന്റെ ആക്സിഡന്റിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞ് പറഞ്ഞതായിരുന്നു ഞാനും അറിഞ്ഞു. ഓക്കെ ആയതിനു ശേഷം ഡയറക്ടറോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഒന്നുകൂടെ എടുക്കാന്ന്. വേണോന്ന് പുള്ളി ചോദിച്ച ബില്ല് നമുക്ക് ഒന്നുകൂടെ എടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാന്ന് പറഞ്ഞിട്ട് ചെയ്ത രണ്ടാമത് കയറി ചെയ്തിട്ടുള്ളതാണെന്ന് ഞാനും വായിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഹെലികോപ്റ്റർ അമിതാഭ് ബച്ചന്റെ ഒരു പടത്തില് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് തൂങ്ങിയിട്ട് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന് അതുപോലെ ഒന്ന് ചെയ്യാം എന്ന് സ്റ്റണ്ട് മാസ്റ്റർക്ക് തോന്നി. ഇതൊക്കെ അപ്പോ ബാലൻ കെ നായർ പകുതി കാല് പുറത്തിട്ടിങ്ങനെ ഇരിക്കുന്ന ആണ് ഹെലികോപ്റ്ററിൽ. അപ്പൊ പറഞ്ഞു ഹെലികോപ്റ്റർ തുടരുത് എന്ന് പറഞ്ഞു. കാരണം ഹെലികോപ്റ്ററിന് ഈ ബാലൻസിങ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഹെലികോപ്റ്റർ തുടരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ മോട്ടോർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എണ്ണീറ്റ്, എനിക്ക് ബാലൻ കെ നായർ പറഞ്ഞത് ഇതാണ്, എനിക്ക് തോന്നുന്ന അങ്ങനെ മോട്ടോർ ബൈക്ക് പോകുമ്പോൾ എന്തായാലും 2 വീലർ അല്ലേ, ഇടയ്ക്കൊരു ഇത് വരുമല്ലോ, ഷേക്ക് വരുമല്ലോ. അപ്പൊ നാച്ചുറലി നമ്മളുടെ അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും കച്ചിത്തുമ്പിൽ കയറി പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചതാവാനേ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഹെലികോപ്റ്ററിൽ കയറി പിടിച്ചു, കാല് നീട്ടും ഇതിങ്ങനെ വന്നപ്പോ പിടിച്ചു. അങ്ങനെയാണ് ബാലൻ കെ നായർ ഇതൊന്ന് പുറത്തേക്ക് ചാടി വീണു, തെറിച്ചു വീണു. അല്ലെ ഞാൻ ഇപ്പൊ ഒരു ഹെലികോപ്റ്റർ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു ഹെലികോപ്റ്റർ നമ്മുടെ ഒരു 100 മീറ്റർ അപ്പുറത്ത് വന്ന് നിന്നാൽ പോലും ഉള്ള ഒരു കാറ്റിന്റെ ഒക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അപാര ശക്തിയാണ്. കാറ്റും പൊടിയൊക്കെ പരന്നിട്ടുള്ളത്. അപ്പം അതിലാണ് വന്നിട്ടുള്ളത്. 1999, 2000, 2001, 2002, 2003 വരെയുള്ള 4 വർഷം ഞാൻ മിമിക്രി വരുന്ന സമയത്ത് ജയന്റെ ഒരു അപരനില്ലാതെ ഒരു ട്രൂപ്പിന് പ്രോഗ്രാം കിട്ടില്ലായിരുന്നു. അതായത് ഉത്സവ കമ്മിറ്റിക്കാർ വന്ന് പോസ്റ്റർ നോക്കിയിട്ട് ഈ വേഷമുള്ള ആരെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു അപരനുണ്ടെങ്കിൽ മാത്രമേ ട്രൂപ്പിന് ബുക്ക് ചെയ്യുള്ളൂ. എന്തൊരു കയ്യടിയായിരുന്നു ഈ സ്റ്റേജില്. അന്ന് 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് മരിച്ചിട്ട്. വലിയ കയ്യടി വരുന്നു. മറ്റൊരു അത്ഭുതമുള്ളത്, ഈ ബെൽബോട്ടം പാന്റും പാള കോളറുള്ള ഷർട്ട് ഇട്ട ആളുകൾ മിനിമം ഒരു 500 കടകൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും. കട ഉദ്ഘാടനത്തിന് അപരന്മാര് പോകുന്നു. 2 സിനിമ, അപരന്മാർ നഗരത്തിൽ നിന്ന് ജഗപുകയെന്നും പറയുന്ന 2 സിനിമകൾ അദ്ദേഹത്തിന്റെ അപരനെ വെച്ചുകൊണ്ട് വന്ന് പൈസ ഉണ്ടാക്കി. ഒരു നടനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. നമ്മൾ അന്ന് മിമിക്രി ആണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമെങ്കിലും 4 വർഷത്തോളം സെൻസേഷനായിട്ട് അദ്ദേഹമില്ല, അദ്ദേഹത്തിന്റെ അപരന്മാർ ഇവിടെ ഭരിക്കുന്നു. ഞാൻ സലീംകുമാറിന്റെ ട്രൂപ്പ് കളിക്കുമ്പം ഒരപരനില്ലാഞ്ഞിട്ട് ആ ട്രൂപ്പിന് പ്രോഗ്രാം കുറഞ്ഞിട്ട് അവസാനം ആലുവയിലുള്ള അന്ന് ലിൻഡു എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞങ്ങൾക്ക് യാദൃശ്യമായിട്ട് കിട്ടുകയും
അദ്ദേഹം അവരിനായിട്ട് വരികയും ചെയ്തു. ലിൻഡുവും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ജയൻ എന്ന അതുല്യ നടനെ ഓർക്കുമ്പോൾ ലിൻഡു എന്ന ആത്മസുഹൃത്തിനെ കൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ്. അത്രയും ട്രെൻഡായിരുന്നു. എന്നാൽ ആ ട്രെൻഡിൽ ഒരു കാര്യം, ഇത്ര ഞാൻ പറഞ്ഞത്, അനുകരിക്കുമ്പോൾ പലരും സാധാരണത്തെക്കാൾ ഒരു തരി കൂടുതൽ നീട്ടിയും കുറുക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അത് അതൊരു പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷം കോളിളക്കം ഉൾപ്പെടെ എന്നാണ് എൻ്റെ വിശ്വാസം സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന അന്നത്തെ വളരെ ജനകീയനായിട്ടുള്ള മിമിക്രി കലാകാരനാണ്. പിന്നീട് സിനിമകൾ സംവിധാനം ചെയ്തു. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഓർമ്മകൾ പങ്കുവയ്ക്കും. ജയന്റെ മരണശേഷം 4 ചിത്രങ്ങളാണ് അദ്ദേഹം ശബ്ദം കൊടുക്കാതെ കടന്നുപോയത്. കോളിളക്കം, മനുഷ്യമൃഗം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്ന സിനിമകളായിരുന്നു. ഈ 4 ചിത്രങ്ങളിലെ ശബ്ദവും എന്നിലൂടെയാണ് വെളിയിൽ വന്നത്. 4 ചിത്രങ്ങൾക്കും ഞാനായിരുന്നു ജയന് വേണ്ടി സംസാരിച്ചത്. എന്നാൽ അന്ന് സംവിധായകരും അതിൻ്റെ നിർമ്മാതാക്കളും എല്ലാം കൂടി ഒരു നിബന്ധന വെച്ചിരുന്നു. യാതൊരു കാരണവശാലും ഈ സംഭവം വെളിയിൽ പറയാൻ പാടില്ല. അവർ പറഞ്ഞ അതിനുള്ള കാരണമെന്ന് വെച്ചാൽ, ഞാനാണ് ഡബ്ബ് ചെയ്തതെന്ന് നേരത്തെ അനൗൺസ് ചെയ്താൽ മുൻവിധിയോടെ ആളുകൾ ആ സിനിമ കാണും. അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കും. അതുകൊണ്ട് അത് രഹസ്യമായി വെച്ചിരിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അവർ പറഞ്ഞത് 100% സത്യമായിരുന്നു. കോളിളക്കമെല്ലാം കണ്ട ആൾക്കാർ അത് ജയനല്ല എന്ന് അന്നൊന്നും തിരിച്ചറിഞ്ഞുമില്ല. അങ്ങനെ ആ പടമൊക്കെ ബമ്പർ ഹിറ്റായിട്ട് ഓടി. പിൽക്കാലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശരിക്കും ഞാനാണെന്നുള്ളത് വെളിയിൽ വരുന്നത്. ഒരു നടൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത്. കാരണം വീട്ടിലെ കുട്ടികളും ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി, ഒരു സമയമുണ്ടായി. ആ സമയത്ത് എല്ലാവർക്കും ഒരു ജയൻ്റെ ശബ്ദം എല്ലാവർക്കൊരു ഇഷ്ടമായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെയായിരുന്നു അത് വീണ്ടും വന്നത്. അപ്പോഴാണ് ശരിക്കും എൻ്റെ വെളിപ്പെടുത്തലുകളും ഞാനായിരുന്നു ഇത് ചെയ്തതെന്നും ചിലർ പറയുന്നു ചിലപ്പം ശബ്ദം അല്പം കട്ടി കൂടിയോ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നത് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന് കേട്ടിട്ടുള്ള മുഴങ്ങിയിട്ടുള്ള ജയൻ്റെ ശബ്ദത്തിൽ നിന്ന് അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ കാലത്ത് സാങ്കേതിക വിദ്യയൊന്നും ഇല്ലായിരുന്ന കാലത്താണ് അത് ചെയ്തത്. ശരിയേട്ടാ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമേ, ഇന്ന് നമുക്ക് യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ പലയാവർത്തി അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് പഠിക്കാൻ പറ്റും. അഷ്റഫൊക്കെ തിയേറ്ററിൽ കണ്ട സിനിമകളിൽ നിന്ന് കേട്ട് പഠിച്ച് ശബ്ദം വെച്ചിട്ടാണ് ഇത്രയും സിനിമകൾക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത്. അത് 10-20 വർഷം കഴിഞ്ഞാണ് ലോകം അറിയുന്നത്. പക്ഷേ ഇത്രയും സിനിമകൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ കോളിളക്കം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ഒരാളെ കൂടി ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോളിളക്കം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അതുൾപ്പെടെ ജയൻ സാർ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളുടെ നിർമ്മാണ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായ പങ്കാളിയായ ഒരാൾ. ഈ പറയുന്ന ഹെലികോപ്റ്റർ അപകടം 1980 നവംബർ മാസം 16-ാം തീയതി സംഭവിക്കുമ്പോൾ അന്ന് അവിടെ പ്രസൻ്റായിരുന്ന ഒരാൾ. ബാക്കി അദ്ദേഹം നമ്മളോട് സംസാരിക്കും. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കല്ലിയൂർ ശശി. ചേട്ടാ നമസ്കാരം. ഞങ്ങള് 6 വർഷം എന്ന് പറയുന്ന വളരെ ചെറിയ സ്പാനിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഹീറോ 45 വർഷങ്ങൾക്ക് ഇപ്പുറം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നു. ആ എപ്പിസോഡിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പം കോളിളക്കം എന്ന് പറയുന്ന ചിത്രത്തിൽ എത്തി നിൽക്കുന്നു. കോളിളക്കത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ശശിയേട്ടനൊപ്പം വർക്ക് ചെയ്ത ഫസ്റ്റ് സിനിമ ഏതാണ്? എനിക്കറിയാൻ തോന്നുന്നു ഈ ആലപ്പി അഷ്റഫൊക്കെ ഡബ് ചെയ്ത അഷ്റഫിനെയൊക്കെ വിളിച്ചോണ്ട് പോയത് ശശിയേട്ടനല്ലേ? അതെ, ഞാൻ ആദ്യം ജയനോട് വർക്ക് ചെയ്യുന്നത് ആദ്യ പാഠം അടൂർ ഭാസി സംവിധാനം ചെയ്ത് കമലഹാസൻ ശ്രീദേവിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ ഉണ്ട്. ഞാനുണ്ട് അതില്, അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അത്
ശരിക്കും പി എൻ സുന്ദരമാണ് എൻ്റെ ക്യാമറമാൻ. അതുപോലെ ബാസാറിനെ സഹായിക്കുന്നത് പി എൻ സുന്ദരൻ സാറായിരുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ അതേ കമ്പനിയുടെ രണ്ടാമത്തെ സിനിമയും പി എൻ സുന്ദരൻ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് അതിൽ കൂടിയാണ്. അപ്പം അതിലൊരു ഈ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ ചെറിയ വില്ലനാ, ഒരു നായികയുടെ അമ്മയുടെ ബ്രദർ, ഇങ്ങനെയുള്ള ചെറിയ വില്ലൻ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരുപാട് ഒരു 3 വർഷം, ഇപ്പം 77 റിലീസായത്. 77 തുടക്കത്തിലാണ് ഷൂട്ടിങ് നടക്കുന്നത്. 77 റിലീസ് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി പടങ്ങൾ ചെയ്തു. അതാണ് ഒരു 3 വർഷക്കാലം എന്ന് പറയുന്നത് കൂടെ ചെയ്യാൻ കഴിഞ്ഞു. അതിന് തുടർച്ചയായിട്ട് അതേ പ്രൊഡ്യൂസർ പടം തന്നെ ആവേശം, അങ്കക്കുറി, കോളിളക്കം, അതിലെല്ലാം ഞാനാണ് എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. CV ഹരിഹരൻ, അങ്ങനെന്തോ ഹരിഹരൻ, CV ഹരിഹരൻ, സുഗുണ സ്ക്രീൻ, അതാണ് എൻ്റെ ബാനർ. ശരിക്കും പറയുകയാണെങ്കിൽ ദുഃഖമാണ്, എങ്കിലും പറയാണ് ഈ കോളിളക്കത്തിലുള്ള ഒരു 90% ആൾക്കാരും മരിച്ചുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അന്നത്തെ ഒരു മൾട്ടി സ്റ്റാർ ഫിലിമാണ് അത്. ആക്ച്വലി കോളിളക്കം ഒരു ഹിന്ദി പടമാണ്. വക്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. വക്ത് എന്ന് പറഞ്ഞ 65 ഇറങ്ങിയ സിനിമ. ആ സിനിമയുടെ അതിന്റെ ഒരു റീമേക്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്റ്റാർസ് വേണമായിരുന്നു അതിനകത്ത്. ഇതിനകത്ത് തന്നെ നമുക്ക് എടുത്തു പറയത്തക്ക ഒത്തിരി പേരുണ്ടല്ലോ. സോമൻ സാർ, സുകുമാരൻ, അന്നത്തെ ടോപ്പ് ആൾക്കാരും ഉണ്ട്. MN നമ്പ്യാർ. എൻ്റെ ബാല്യത്തിൽ ഈ പടങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒരു മാസമൊന്നും അല്ലല്ലോ ഒരു സിനിമ. ഇത് A ക്ലാസ്സിൽ കളിച്ച് B ക്ലാസ്സിൽ കളിച്ച് അടുത്ത കൊല്ലമൊക്കെ വന്ന് തിയേറ്ററിൽ കളിക്കുന്ന പടമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ കഥകൾ കേട്ടാണ് സിനിമയിൽ അങ്ങനെ സംഭവിച്ചു, ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നൊരിടത്തു നിന്നാണ് ഇത്രയും കാലം 45 വർഷത്തിനപ്പുറം നമ്മൾക്ക് ഇത്രയും പ്രസക്തിയോടെ ഒരാളെ പറ്റി നമ്മൾ ഓർക്കുന്നതും സംസാരിക്കുന്നതും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്തായ സംവിധായകൻ ചന്ദ്രകുമാർ സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മനസ്സൂരുമായിൽ തൊട്ട് 7-8 സിനിമകൾ കണ്ടിന്യൂസ് ആയി ചെയ്യാനുണ്ടായിരുന്നു. അതിൽ സൂപ്പർ ഹിറ്റായ പടങ്ങളായിരുന്നു ദീപവും തടവറയും. ജയൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തും വളരെ ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു നടനായിരുന്നു. കാരണം ഞാൻ തടവറ 100 കുതിരകളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയൻ 2 കൈയും വിട്ട് കുതിരപ്പുറത്ത് പോകുമ്പോൾ ഞാൻ കുതിരയുടെ അടിയിൽ കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ച് കെട്ടിയിട്ട് എന്നെ തൂക്കിയിരുന്നു, ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി തൂക്കിയിട്ട്. അപ്പോൾ ജയൻ പറയുന്നു, സാർ ധൈര്യമായി വന്നോ, ഞാനാണ് ഓടിക്കുന്നത്, ഒന്നും സംഭവിക്കില്ല, വരണം സാർ, ധൈര്യമായി ഷൂട്ട് ചെയ്യണം സാർ. പറഞ്ഞിട്ട് ആനന്ദക്കുട്ടൻ്റെ ക്യാമറമാൻ അവൻ പറഞ്ഞു, ഞാൻ കാലിൻ്റെ ഇടയിൽ ഒന്നും കിടക്കില്ല, എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന്. അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കാലിൻ്റെ ഇടയിൽ കയറി ആ കുതിരയുടെ കാലിൻ്റെ ഇടയിൽ കെട്ടി തൂങ്ങി കിടന്ന് ഒരുപാട് ഷോട്ട്സ് എടുത്തിരുന്നു. അപ്പോൾ ജയൻ തരുന്ന ധൈര്യമായിരുന്നു ഞാനതൊക്കെ ചെയ്തത്. എനിക്ക് ഞാൻ ബോൾഡായി തന്നെ ജയനിലൂടെയായിരുന്നു. ജയനായിരുന്നു. അപ്പം ജയൻ പക്ഷെ അത്ര കൂടുതൽ റിസ്ക് എടുക്കുന്നു. ആ റിസ്ക് എടുത്തതായിരുന്നു ജയന് പറ്റിയ അബദ്ധം. ജയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ വലിയ വലിയ സിനിമകൾ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ നിർഭാഗ്യം എന്ന് പറയണം, സാധിച്ചില്ല. പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ജയൻ ഏത് സിനിമയിലും എന്ത് സാഹസിക രംഗം വന്നാലും ബുള്ളറ്റ് വേണം പറഞ്ഞാൽ ചന്ദ്രൻ സാറുടെ ബുള്ളറ്റ് മതി, അതാണ് എനിക്ക് രാശി എന്ന് പറഞ്ഞ് എൻ്റെ ബുള്ളറ്റ് കൊണ്ടുപോയി പുഴയിലും വെള്ളത്തിലും പാലത്തിനും പോകണം, താഴത്തേക്കൊക്കെ എടുത്തിടും, ചാടിക്കും. പിന്നെയും സർവീസ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരും. പിന്നെയും അടുത്ത സാർ ആ ബുള്ളറ്റിൽ നിന്ന് വേണം, ഇന്നൊരു ഷൂട്ടുണ്ട്. അത്ര ബന്ധങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ. നമ്മൾ വിചാരിക്കാത്തടത്തോളം അത്ര അസൂയപ്പെടുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജേട്ടനെ നഷ്ടപ്പെട്ടത്. ആ ജേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇപ്പോഴും വളരെ വേദനയോടുകൂടി മാത്രമേ ജേട്ടനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ അന്ന് ഹെലികോപ്റ്ററൊക്കെ, ഇന്ന് പോലും മലയാള സിനിമയിൽ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പോപ്പുലർ അല്ല. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പോപ്പുലർ അല്ല. ഇപ്പോൾ നമ്മൾ പാടായത് ഇപ്പം 2018 ഇറങ്ങുമ്പോൾ പോലും CG ചെയ്തിട്ടും ആർട്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഒറിജിനൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അന്ന് എത്ര നേരം എടുത്താൽ എത്ര ദിവസത്തേക്കാണ് ഹെലികോപ്റ്ററൊക്കെ നിങ്ങൾ റെന്റിനൊക്കെ എടുക്കുന്നത്? ഹെലികോപ്റ്റർ മണിക്കൂറിനാണ് എൻ്റെ വാടക നിശ്ചയിച്ചിരുന്നത്. വലിയ എമൗണ്ടാണ് എന്താ പറഞ്ഞാലും. അപ്പം ഈ അത് പ്രവർത്തിക്കുന്ന മണിക്കൂറും പിന്നെ ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ലോറിയിലാണ് കൊണ്ടുവന്നത്. ഹെലികോപ്റ്റർ അതെങ്ങനെ ഇത് പറപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും? അല്ല, പറപ്പിച്ച് ഇത്രയും ദൂരം പറക്കൂല. ഈ അന്നത്തെ ഒരു ടെക്നോളജി വളർന്നിട്ടില്ലാത്ത ഒരു സമയത്തുള്ള ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ, ഈ ഹെലികോപ്റ്റർ നമുക്കൊന്നും അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പറയണ ഹെലികോപ്റ്ററിനെ പറ്റി. ഈ തുരിശടിക്കാനായിട്ട് കേരളത്തിൽ വരും. ഇത് എവിടുന്നാ വരുന്നത്? മുംബൈ, ബോംബെയിലുള്ളതാ. അപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ.
ഇത് ഹിന്ദി പടത്തിൽ ഇതേ ഹെലികോപ്റ്റർ ദേവാനന്ദന്റെ പടത്തിൽ ഒന്ന് അങ്ങനെ 1-2 പടത്തിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടായിരിക്കണം ഈ ഒരു ഐഡിയ അതിന്റെ നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ ആരായിരുന്നു സ്റ്റണ്ട് മാസ്റ്റർ? പിൽക്കാലത്ത് ഇതിന്റെ മറ്റേ പെപ്സിയുടെ പ്രസിഡന്റ് ആയിരുന്ന വിജയൻ. അപ്പൊ അദ്ദേഹം ആണ് നമ്മളോട് പറയുന്നത് ഹെലികോപ്റ്റർ എടുക്കാം, നമുക്കൊരു ഹെലികോപ്റ്റർ വെച്ചെടുക്കാം. അത് മലയാള സിനിമയിൽ ഇന്ന് വരെ വന്നിട്ടില്ല. മലയാള സിനിമയിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല. അത് ജയൻ എന്ന് പറയുന്ന നടൻ കൂടി ആവുമ്പോ അത് പുള്ളി നമ്മളോട് എപ്പിസോഡൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഞാനുണ്ടായിരുന്ന ആ ഡിസ്കഷനിൽ സംവിധായകൻ, പ്രൊഡ്യൂസർ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സാർ ഇപ്പൊ അന്ത ഹെലികോപ്റ്റർ വന്ന് നിൽக்கிறேன். அப்போ இந்த സുകുമാരൻ കൂട്ടുற ബൈക്കില് കടകടകടകടാന്ന് പോയിട്ട് ഇருக்கு. ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ്. ഇതിനിടയിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ഹെലികോപ്റ്റർ ബോംബെന്ന് ചെന്നൈ വരെ പറക്കാൻ പറ്റില്ല അല്ലേ? അതിന്റെ ഫ്യൂവല് തീരും. ഇത്രയും ദൂരം പറ്റില്ല. അതുകൊണ്ട് ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ലോറിക്ക് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യും. എന്റെ ഈശ്വര, 5-8 ടെക്നീഷ്യൻസ് ഉണ്ട്. അതില് 2 പേരെ കണ്ടാണ് ലോറിയിൽ വരുന്നത്. ബാക്കി എല്ലാരും ട്രെയിനിൽ വരും. ട്രെയിനിൽ വന്ന് ഇവിടെ വന്ന് നമ്മൾ ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുത്ത് അത് കഴിഞ്ഞ് ഇതെവിടെ ഷൂട്ടാണോ ആ ഷൂട്ടിന് അവരൊരു 2 മണിക്കൂറിന് 3 മണിക്കൂറിന് മുമ്പ് അവിടെ എത്തും. എന്നിട്ട് അവിടെ അസംബിൾ ചെയ്യും. ഈ ഒരു കോളിളക്കത്തിലെ ഫൈറ്റിന്, ക്ലൈമാക്സ് ഫൈറ്റിന് എത്ര ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ള? 3 ദിവസം. 3 ദിവസം ഈ ഫൈറ്റ് എടുക്കുന്നത്. അതിൽ എത്രാമത്തെ ദിവസമാണ് ഇത് സംഭവിച്ചത്? ഇത് ആദ്യത്തെ ദിവസം സംഭവിച്ചു. ഫസ്റ്റ് ദിവസം തന്നെ സംഭവിച്ചു. എന്നിട്ട് പോലും അതിനകത്ത് ഇത്രയും ഫൈറ്റ് ബാക്കി കിടന്നു. നമ്മൾ കാണുന്ന പടത്തിൽ മാനിപ്പുലേറ്റീവ് അവസാനം മാനിപ്പുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ഫൈറ്റൊക്കെ വേറെയുള്ള സ്ഥലത്തൊക്കെ എടുത്തതെല്ലാം ജോയിൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ ഹെലികോപ്റ്ററിന്റെ ഒരു മിനിയേച്ചർ ചെയ്യേണ്ടി വന്നു അവസാനം. കാരണം ഇത് നമ്മള് സിനിമയില് ആ കൊള്ളക്കം എന്ന സിനിമ കാണുമ്പോ അറിയാം. ഇവിടെ അത് പൊട്ടിത്തെറിക്കുന്ന തീ ഇങ്ങനെ പണ്ടുന്നതാണ് അവിടെ ഇങ്ങനെ കാണിക്കുന്നു. ഇവിടെ ഇത് ആക്ച്വലി അവിടെ എഴുതി കാണിക്കും. ഇവിടെയാണ് അനശ്വരനായ ജയൻ അങ്ങനെ ആ സിനിമ എഴുതി കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ആ പൊട്ടിത്തെറിക്കുന്ന അതിലെടുത്തതെല്ലാം മിനിയേച്ചറാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ വായിച്ചിട്ടുള്ള അറിവാണ്, കേട്ടിട്ടുള്ളതാണ്. ഈ ഡയറക്ടർ ഒരു തവണ ഓക്കെ പറഞ്ഞ ശേഷമാണിത് വീണ്ടും. ഒരു തവണ 3 തവണ. അത് 3 തവണ ഷൂട്ട് ചെയ്തു ഈ എപ്പിസോഡ്. അതിന് മുൻപുള്ള കുറെ ഇതൊക്കെ ചെയ്തു. അതായത് ഇതൊരു ഹെലികോപ്റ്റർ ഒരു 10 മീറ്ററിന് മേലെ സ്റ്റഡി ആയിട്ട് നിൽക്കും. അത് 10 മിനിറ്റേ നിൽക്കുള്ളൂ. ആ സമയം കൊണ്ട് സ്ട്രഗിളിങ്ങും ഇതെല്ലാം ചെയ്യും. അപ്പം താഴെ കൈവിട്ടാലും ഇഴുത്ത ദൂരം കുറവാണ്, 10 മീറ്റർ അല്ലേ ഉള്ളൂ. പ്ലസ് ബെഡ് കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അവർ സ്റ്റണ്ടുകാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് കുറേയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പറന്നു പോയി തിരിച്ച് വന്ന് തൂങ്ങി പോകുന്ന ആദ്യത്തെ ഷോട്ടാണ് ആക്ച്വലി അതിൻ്റെ ആ എപ്പിസോഡിൽ. അതെടുക്കാനായിട്ടാണ് അപ്പോൾ ഏതാണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ 11:30-12 ആയി ഷൂട്ട് തുടങ്ങും രാവിലെ. അത് പറഞ്ഞു വന്നാൽ അതൊരു കഥയാണ്. ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത്. ഇത് 6 മണിക്ക് എല്ലാം അസംബിൾ ആവണം. 7 മണി 7 മണിക്ക് ഷൂട്ടിങ് തുടങ്ങിയാൽ ഇത് തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് ഇങ്ങനെ വാടക ഇങ്ങനെ മീറ്റർ കയറുന്ന കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് കാരണം നമ്മളെല്ലാരും എല്ലാം റെഡി ആയിരിക്കാൻ പറഞ്ഞു. അപ്പൊ 4 മണിക്കൊക്കെ റെഡിയായി. ഞാൻ ആദ്യം എണീറ്റ്, പ്രൊഡക്ഷൻ കൺട്രോളാണല്ലോ, ആദ്യം എണീറ്റ് എല്ലാം റെഡിയായി വെളിയിലോട്ട് വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് കോരിച്ചൊരിയുന്ന മഴ. അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ കരുതി കുഴഞ്ഞു. നോക്കാം എന്ന് വിചാരിച്ച് 1 മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്തു. 5 മണിയായി, മഴ നിൽക്കുന്നില്ല. 6 മണിയായി, മഴ നിൽക്കുന്നില്ല. ഞാൻ ഒരു 5 മണിയായപ്പം നിർമ്മാതാവിൻ്റെ ഡോറിൽ തട്ടി ഉണർത്തി പറഞ്ഞു, ഇങ്ങനെയാണ്, മഴ പെയ്യുന്നുണ്ട്, ഇന്നത്തെ നടക്കുന്ന ലക്ഷണം കാണുന്നില്ല, അതേപോലെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ അവിടെ നമ്മുടെ തെച്ചിലും താമസിക്കുന്നതിൻ്റെ അടുത്ത് കയ്യപ്പൻകൂലുണ്ട്, മഹാലിംഗപുരം. അപ്പോൾ അവിടെ ഗണപതി ഉണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, എൻ്റെ ഒരു അസിസ്റ്റന്റിനെ വിളിച്ചിട്ട്, എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, അവിടെ പോയി ഒരു 11 തേങ്ങ അടിച്ചിട്ട് പോകും. ഷോലാവരം കുറച്ച് ദൂരമല്ലേ? ഷോലാവരം 40 കിലോമീറ്റർ ആണല്ലോ. അവിടെ റേസ് നടക്കുക, കാർ റേസ് ഒക്കെ അവിടെയാണ് നടക്കുന്നത് സാധാരണ. ഷോലാവരം റേസ് എന്ന് പറയും അവര്. അത് ഈ സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടിയിട്ടേ
അന്ന് ഈ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനായിട്ട് ഉണ്ടാക്കി. താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഹെലി പാഡാണ്. റൺവേ പോലെ. ഒള്ളി ഇതാൻ വേണ്ടി മാത്രം, യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രം. അതാണ് ഒരു ബാലൻസ് തെറ്റിയതാണോ ജയേട്ടന്? അതായത് ഈ 3 പ്രാവശ്യം ഇത് എടുത്തു, 4ാമത്തെ പ്രാവശ്യം തന്നെ. അപ്പൊ ഇതിന്റെ ഒരു സീൻ എങ്ങനെയെന്ന് വെച്ചാല്, സുകുമാരന്റെ ബൈക്കില് വില്ലനായ നമ്മളെ ബാലൻ കെ നായർ പെട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഹെലികോപ്റ്റർ പൊങ്ങുന്നത്. ആ പൊങ്ങുന്ന സമയത്താണ് ഇവരവിടെ എത്തുന്നതും ഈ ബൈക്കിലെത്തും. ബൈക്ക് ഇതിന്റെ കൂടെ ചേസ് ചെയ്ത് പോയിട്ട് ബൈക്കിൽ എണീറ്റ് നിന്നിട്ട് ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുന്നതാണ്. എന്നിട്ട് അയാളെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഒരു ഇതാണ്. ആ ഷോട്ടാണ് എടുക്കുന്നത്. അത് പിടിച്ചു. പിടിക്കുന്നതിന് മുമ്പ്, ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ദൃക്സാക്ഷി പറയാൻ പറ്റുന്നത്. ഈ അതിൻ്റെ പൈലറ്റ് സമ്പത്ത് എന്ന് പറയുന്ന ആള് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഡയറക്ടറുടെ അടുത്തും കൂടെ കോ-ആർട്ടിസ്റ്റ് ബാലൻ കെ നായരുടെ അടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം, എങ്കിലേ നമുക്ക് ഈ ഷോട്ട് തീർക്കാൻ പറ്റും. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത്, തൂങ്ങി തന്നെ കിടക്കുക, അത്രയാണ്. ബാക്കിയുള്ള സ്ട്രഗിളിങ് കയറി മേലോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ നിർത്തിത്തരാം. 10 മീറ്ററിന് മേലെ ആകുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് സ്റ്റഡിയായിട്ട് നിർത്തിത്തരാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നിൽക്കാം. ആ സമയത്ത് പക്ഷേ അദ്ദേഹം ഇത് പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി. ഈ ഹെലികോപ്റ്റർ പൊങ്ങി ഇങ്ങനെ പോകുന്നു. എന്നിട്ടാണ് തിരിച്ച് സ്റ്റഡിയായി ഇതായിട്ട് വരുന്നത്. ഈ പോണ പോക്കിൽ തന്നെ പുള്ളി ഈ നമ്മളെ മരത്തില് കയറാനായിട്ട് കാലി പണഞ്ഞ് അത് തന്നെ അത് ചെയ്ത് പുള്ളി ബാലൻ കെ നായർ എന്ന് പറയുന്ന വില്ലനെ പിടിച്ച് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. ബാലൻ കെ നായർ എന്ത് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്, യാതൊരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ സമ്പത്ത് എന്ന് പറയുന്ന പൈലറ്റ് അദ്ദേഹം ബെൽറ്റ് അഴിച്ചു. ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഫ്രണ്ടിലേർ ഇങ്ങനെയുള്ള ഒരു ഗോളം മാതിരി ഉണ്ടാവും. 2 സീറ്റേ ഉള്ളൂ അതിനകത്ത്. ഒന്ന് ഓടിക്കുന്ന ആള്, ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന. ഈ 2-ല് വന്ന് ഒരു പോയിന്റിൽ വെയിറ്റ് കൂടിയാൽ ബാലൻസ് പോകും. ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ കൂടെ നിന്ന് കേൾക്കുന്ന ആളാണ്. തൊട്ടടുത്ത് ക്യാമറയുടെ അടുത്ത് കാണാറുണ്ട്. അതിനകത്തുനിന്ന് ഈ ബെൽറ്റും അഴിക്കുക മാത്രമല്ല ചെയ്തത്, കാല് വെടിയിലോട്ട് ഇട്ടിട്ട് ഈ ജയനെ തിരിച്ച് ചവിട്ടി ആക്രമിക്കാൻ, ചവിട്ടാനുള്ള ശ്രമവും നടത്തി. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ചവിട്ടുന്ന ആ നടക്കുന്നതെല്ലാം നോക്കി നിന്നാൽ അപ്പോൾ ഒന്ന് ഒലഞ്ഞു ഹെലികോപ്റ്റർ അല്ലേ. പിന്നെ ഇങ്ങ് വരികയാണത്. ഇങ്ങനെ ഞാൻ അപ്പം മനസ്സിൽ കുറിച്ചു, കുഴപ്പമാണ്. ഞാൻ കിടന്ന് കൈവിടുന്നു. ഒരു പക്ഷേ കേട്ടിരുന്നെങ്കിൽ, ചാടിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഈ എയർ സ്ട്രിപ്പിന് പുറത്ത് ഒരാൾ പൊക്കത്തിന് പുല്ല് വളർന്നിട്ടുണ്ട്, അതിലേക്ക് വന്ന് ചാടി വീഴുന്ന് കിട്ടിയാൽ ഒരു പക്ഷെ കയ്യോ കാലോ അങ്ങനെ രക്ഷപ്പെടാല്ലോ. അതൊരു വലിയ ഫെറ്റാൽ ഇഞ്ചുറി ഒന്നും അല്ലല്ലോ. അപ്പൊ അത് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. വിളിച്ചില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നേരെ വന്നു തറയിലിടിക്കുന്നു. അപ്പൊ തൂങ്ങിയിരിക്കല്ലേ, അദ്ദേഹത്തിന് മുട്ടാണ് ആദ്യം ഇടിക്കുന്നത്. തറയില് മുട്ടിടിച്ചതും കൈവിട്ടപ്പോ തല ഇങ്ങനെ അടിച്ചു. നമ്മൾ ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വിശാരടി, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ജയന്റെ മരണം ആദ്യമായിട്ട് മീഡിയയിൽ വരുന്നത് ഈ ഒരു എപ്പിസോഡിലാണെന്നാണ് തോന്നുന്നത്. വീണ ശേഷം എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് ശശിയേട്ടനല്ലേ? അതെ, തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ്. ഇത് വിഴുന്ന് കഴിഞ്ഞത് ജയൻ ഇവിടെ വിഴുന്നു, ഹെലികോപ്റ്റർ തൊട്ടപ്പുറത്ത് വീഴുന്നു. ബാലൻ കെ നായരും. അപ്പൊ സ്വാഭാവികമായിട്ടും അതില് ഇന്ധനം നിറച്ചിരിക്കുന്ന ടാങ്ക് ഉള്ളത് കാരണം
ഏത് മിനിറ്റും പൊട്ടിത്തെറിക്കാം. ആ പൈലറ്റോ? എന്ന് എല്ലാരും കിടന്ന് അവിടെ വിളിക്കുന്നുണ്ട്, അടുത്ത് പോകരുതേ പോകരുത് പോകരുത്. അപ്പൊ ബാലകേ നേരെ ചാടിയോ? ബാലകൻ നായർ ചാടുകയല്ല, അപ്പുറത്ത് തെറിച്ചു വീഴുന്നു. തെറിച്ചു വീഴുന്ന അങ്ങനെ മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാലിലാണ്. എന്നാലും അങ്ങനെ എണീറ്റു, ഒരു സെക്കൻഡ് എണീറ്റ് നോക്കി, പിന്നെ വീഴുകയാണ് ചെയ്തത്. പൈലറ്റ് കമ്പത്തെ ഇപ്പുറത്തെ സൈഡിലും വീഴുന്നു. പുള്ളിക്ക് വലിയ പരിക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഞാനിതാണ് ഏറ്റവും അടുത്ത് നിൽക്കണ ഞാനായതുകൊണ്ട് ഞാൻ ഓടി. അല്ല, ഈ ഡയലോഗ്, ഈ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് നിന്ന ഒരാളിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത് നമ്മൾ അറിയുന്നത്, അല്ലേ? ശരിയാ ശരിയാ. ഇതുവരെ ഇങ്ങനെ ഒരു സാധനം പുറത്തു ആൾക്കാർ കേട്ടതും കേൾക്കാത്തതും അവനവന്റെ കഥയാണല്ലോ, പല വ്യാഖ്യാനങ്ങളാണല്ലോ ഉള്ളത്. അത് എന്നിട്ട് വീണ് കിടക്കുന്നു. ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ മലന്ന് കിടക്കുന്ന ആളിനെ എടുത്ത് ഞാൻ അവിടെ എന്റെ നെഞ്ചോട്. പക്ഷെ ആ സമയത്ത് ജേട്ടൻ സംസാരിച്ചില്ല. സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇവിടെ ആണ് പൊട്ടിയത്. ബ്ലഡ് ഇങ്ങനെ വിടുന്നു. അത് എന്റെ ദേഹത്തൂടെ എന്റെ ചെരുപ്പ് കൂടെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിടുന്നുണ്ട്. ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട്, ആരെങ്കിലും വണ്ടി കൊണ്ടുവരണം. ചുറ്റാൾ അടുക്കുന്നില്ല. പിന്നെ ഹെലികോപ്റ്റർ പൊട്ടുമെന്നുള്ളത്. പിന്നെ കേൾക്കാൻ ആളും കുറച്ചേ ഉള്ളൂ. കാരണം എയർഷിപ്പിന്റെ വളരെ ദൂരത്തൊരു ആണ് എല്ലാരും ഉള്ളത്. അവരിത് കേൾക്കൂടെ ഇല്ല. ഒരു കാണുന്നതിനെ ചെറുതായിട്ടൊക്കെ കാണുള്ളൂ, അത്ര ദൂരത്തുണ്ട്. ഇത് എങ്ങനെയോ ജയന്റെ തന്നെ വണ്ടി ഡ്രൈവർ പുള്ളി കണ്ടു. പുള്ളി ഉടനെ തന്നെ വണ്ടി ഫിയറ്റ് കാർ എടുത്തിട്ട് സ്പോട്ടിൽ വന്നു. അപ്പൊ ജയന്റെ കാറില് പോയത് ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഒരു ക്യാമറ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, സിലോൺകാരനായ ഒരു ക്യാമറ, രംഗനാഥൻ എന്ന് പറഞ്ഞിട്ട്, എന്റെ റൂംമേറ്റാണ്. പുള്ളിയും കൂടെ ഓടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തൂക്കി അതിലോട്ട് കയറ്റി കയറ്റി വെച്ച് നിന്നു. എന്നിട്ട് ഞങ്ങള് ഇത് വിട്ടു, ഫിയറ്റ് കാർ വിട്ടു. ഈ എയർഷിപ്പിനടുത്ത് മെയിൻ റോഡിൽ നിന്ന് ഇതിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്ലിനിക്കുണ്ട്. അവിടെ നമ്മൾ നിർത്തി. നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിഞ്ഞൂടാ. എന്താണെന്ന് നോക്കാന്ന് കരുതി അങ്ങനെ ചെന്ന് ഞാൻ ഡോക്ടറെ അകത്ത് പോയി വിളിച്ചോണ്ടുവന്നു. അപ്പോഴത്തെ മഴയും പെയ്തു. വീണ്ടും മഴ തുടങ്ങി. അതുവരെ മഴയില്ലായിരുന്നു. മഴ തുടങ്ങി. ഡോക്ടർ വന്ന് ഇങ്ങനെ നോക്കേ ഉള്ളൂ. പെട്ടെന്ന് വിട്ടോ ജനറൽ ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടുന്ന് എങ്ങോട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ, എവിടെ ഒറ്റ റോഡേ ഉള്ളൂ, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞു. പുള്ളി പറഞ്ഞ് ഇടത്തോട്ട് പോയി നേരെ ചെന്ന് എത്തണത് അവിടെയാണ്. ഇന്നത്തെ സെൻട്രൽ സ്റ്റേഷന്റെ, ചെന്നൈ സെൻട്രൽ സ്റ്റേഷന്റെ നേരെ എതിർവശത്താണ് ഈ ജനറൽ ഹോസ്പിറ്റൽ. ഭയങ്കര മഴ 40 കിലോമീറ്റർ സഞ്ചരിക്കണം ഈ റോഡിൽ കൂടെ. അങ്ങ് ഏതാണ്ടങ്ങ് എത്താറായപ്പോ അവിടെ വെള്ളം കയറിയിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. എന്തോ ഓടിച്ച് കൊണ്ടുവന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ ഇതിന്റെ കാഷ്വാലിറ്റിയുടെ അങ്ങോട്ട് കൊണ്ടുവന്നു കയറ്റി അങ്ങ് നിർത്തി, ചാടി ഇറങ്ങി അവരെയൊക്കെ വിളിച്ച് വെള്ളം ഉണ്ടാക്കി സ്ട്രെച്ചർ കൊണ്ടുവന്നു. അങ്ങനെയാണ്. അപ്പൊ ജീവൻ ഉണ്ടായിരുന്നോ? അപ്പൊ ബോധമൊന്നുമില്ല. ബോധമൊന്നുമില്ല, ശ്വാസമുണ്ട്. ശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ ഈ ദിവസം. അപ്പൊ ഞായറാഴ്ച ദിവസം ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വന്നു ഉടനെ എന്നെ നോക്കി, അയ്യോ ഇതിന്റെ ചീഫിനെ വിളിക്കണം, നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ്, അദ്ദേഹം വീട്ടിലാണ്, വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്കാന്ന് പറഞ്ഞു. ആളാരാണെന്ന് അറിയാമോ എന്താണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ലോക്കൽ ഫോണിൽ വിളിക്കുന്നു. അപ്പം ഭാഗ്യത്തിന് അത് മലയാളിയാണ്, ഡോക്ടർ നരേന്ദ്രൻ എന്ന് പറഞ്ഞു, ന്യൂറോ സർജനാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച, സാർ ഇതുപോലൊരു കേസുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഫോണിൽ പിടിച്ചു മേടിച്ച്, ഞാൻ പറഞ്ഞു സാർ ഇന്നതാണ് സംഭവം, ഇന്ന ആളാണ് പറഞ്ഞപ്പോഴത്തേക്കാണ് ഓപ്പറേഷൻ റൂമിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയൂ, ഞാനത് എപ്പോൾ എത്തിയെന്നാണ്. അങ്ങനെ ജീൻസാണ് ഇട്ടിരുന്നത്, ധരിച്ചിരുന്നത് പുള്ളി. ജീൻസ് ഈ മഴയുടെ ഇതിലും നനഞ്ഞു, കുറെ നനഞ്ഞു, ബ്ലഡ് എല്ലാം കൂടെ നനഞ്ഞു പോകുന്നു. ഇപ്പൊ ഊരാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് കാരണം ഞാൻ തന്നെ അവിടുന്ന് ഈ സിസർ മേടിച്ച് കട്ട് ചെയ്ത് ഈ കാല് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഊരി. അപ്പൊ കാണുന്ന കാഴ്ച വളരെ ഭയാനകമാണ്. ഈ 2 മുട്ടിന് ചിരട്ടയില്ലായിരുന്നു.
ഞാനിത് എനിക്ക് പറയുന്നത് ദൈവത്തെ പറഞ്ഞാൽ ഇമോഷണലാവും. പിന്നെ ഇവിടെ ഒരു പെരുക്കുണ്ട്, ഇവിടെ തല്ലിയിട്ടുണ്ട്, ഇങ്ങനെ ബൾജ് ചെയ്തു. അതൊഴിച്ചാൽ വേറെ ഒന്നുമില്ല. പക്ഷെ തല കംപ്ലീറ്റ് ബ്രെയിൻ അപ്പൊ അങ്ങനെ ഡോക്ടർ വന്നു, ഇതിൽ കയറി ഓപ്പറേഷനിലും കയറി. ഞാൻ മാത്രമുണ്ട്. ആരെ വിളിച്ച് എവിടെ അറിയിക്കണം, എന്തറിയിക്കണം അറിയില്ല. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. മാത്രമല്ല ഒന്നും ഓർമ്മ വരുന്നില്ല. എങ്ങനെയോ തപ്പി AVM സ്റ്റുഡിയോയിൽ നമ്മളെ മലയാള പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന തിയേറ്റർ ഉണ്ട്, AVM തിയേറ്റർ. ഷൺമുഖ എന്ന് പറയുന്ന ആളിനെ ഞാൻ വിളിച്ചു. ആ നമ്പർ ഓർമ്മ വന്നു, അതിൽ വിളിച്ച്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവരവിടെ വർക്കുണ്ടായിരുന്നു, എടുത്തു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്ന് അറിയിക്കണം, തേര മാഷ്, നമ്മൾ ശശികുമാർ സാറ്, എല്ലാവരെയും ഒന്ന് അറിയിക്കണം, എനിക്ക് വേറെ നമ്പരൊന്നും പിടിയില്ല, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അറിയിക്കുന്നത് അവരെ അദ്ദേഹം. അപ്പോൾ അവരുടെ കാരണം 2 വണ്ടി പുഴയെന്ന് വന്നു പെട്ടെന്ന്. ശശികുമാർ സാറ്, ജിയോ കുട്ടപ്പൻ സാറ്, ചണ്ട് ത്യാഗരാജ മാഷ്, അവരെല്ലാരും കൂടെ ഒരു 2 മലയാളത്തിലെ ഒരുമാതിരി എല്ലാവരും എല്ലാരും കൂടെ അവിടെ വന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് പോയ വിവരം. പ്രൊഡ്യൂസർ പോയ വിവരം ഞാനും അറിഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസർ അവരെയും കൊണ്ട് നേരെ വിജയ ഹോസ്പിറ്റലിലേക്ക് പോയത്, ബാലങ്കേരി കൊണ്ട്. അപ്പൊ ഞാൻ എവിടെയെന്ന് അവർക്കറിയില്ല. പിന്നെ കമ്മ്യൂണിക്കേഷനൊന്നും ഫോണ് ഇല്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് പിന്നെ വിജയ ഹോസ്പിറ്റലിൽ വിളിച്ച് അറിയിച്ചു. അവരും വന്നു, എല്ലാവരും വന്നു, വെയിറ്റ് ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഞാനാണ് എന്നെ സൈൻ ചെയ്ത് കൊടുത്തത്. കാരണം എന്നെ അകത്ത് വരാൻ പറഞ്ഞു. അകത്തൊന്നും പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ സ്പ്ലാഷ് ആയി പോയത്, തലച്ചോറ് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി ആ ഒരു. അല്ല, ആ മഴ നിൽക്കാനും പിന്നീട് ആ ഷൂട്ടിംഗ് നടക്കാനും അത് കഴിഞ്ഞ ഉടനെ തന്നെ മഴ തുടങ്ങാനും ഒരു നിമിത്തം, ഇതൊരു നിമിത്തമായിരുന്നു അത്. ഈ പിന്നീട് അത് പിന്നെ അവരെല്ലാം പിന്നെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കാൻ വേണ്ടി ഈ വന്നവരെല്ലാവരും പോയി കൂടി ആലോചിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മാത്രം അവശേഷിച്ചു. ഈ അവിടുന്ന് നേരെ ഈ ശ്വാസം അപ്പോഴും ഉണ്ട്, ഈ ബ്ലാഡർ ചുരുങ്ങുകയും ഇത് ചെയ്യുന്ന പരിപാടി. അപ്പം നേരെ ന്യൂറോ വാർഡിൽ കൊണ്ടുവന്നു. സർജറി കഴിഞ്ഞിട്ടുള്ള വാർഡാണല്ലോ, പോസ്റ്റ് ഓപ്പറേറ്റീവ്. അവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ അടുത്ത് നോക്കി നിൽക്കുകയാണ്. ഒരാളിനെ വിടുള്ളൂ. ശശിയേട്ടനെല്ലാം കംപ്ലീറ്റ്. അപ്പൊ ഇതിങ്ങനെ നിന്ന് അങ്ങനെ അവസാനം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ബ്രീതിങ് അങ്ങനെ നിന്നു. പിന്നെ ആരൊക്കെ വന്നു. അതാണ് എൻ്റെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ജയൻ സാറ് തന്നെ അഭിനയിച്ച ദീപം എന്ന് പറയുന്ന സിനിമ അന്ന് കേരളത്തിൽ പല തിയേറ്ററുകളിലും കളിക്കുന്നുണ്ട്. ആ തിയേറ്ററിൽ ഈ സിനിമയുടെ ഇടയിൽ ഒരു സ്ലൈഡ് ഇടുകയാണ് ചെയ്തത്. മരണവാർത്ത തിയേറ്ററിൽ അറിയിച്ചുകൊണ്ട് തിയേറ്ററിൽ അന്ന് സ്ലൈഡ് ഇടാമല്ലോ. ദീപം എന്ന് പറയുന്ന സിനിമ കളിക്കുന്ന തിയേറ്ററുകളിൽ സ്ലൈഡ് ഇട്ടു. കണ്ടോണ്ടിരിക്കുക സ്ക്രീനിൽ അത്രയും വലിയ ഹീറോയിക്കായിട്ട് സിനിമ കാണുന്നതിനിടയിൽ ഒരു സ്ലൈഡ് വന്നു, ഇന്നയാള് മരിച്ചുപോയി എന്നുള്ള രീതിയിൽ. പിന്നെയും നമ്മൾ ഈ റെഫർ ചെയ്ത ബുക്കുകളിലൊക്കെ കാണുന്നത് വിദേശത്തു നിന്നൊക്കെ ഉൾപ്പെടെ ദിവസങ്ങളോളം കത്തുകളും കാര്യങ്ങളും ഒക്കെ. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്നുമില്ല. ജനങ്ങൾ അവരുടെ ഒരു സ്നേഹം കാണിച്ചത് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടും പോസ്റ്റ് കാർഡ്സും പിന്നെ തുറന്ന അഭ്യൂഹങ്ങളായിരുന്നു. അതായിരുന്നു ഓരോരുത്തർ സ്വന്തമായിട്ട് കഥ മെനഞ്ഞ് ഒരുപാട് കഥകൾ, എപ്പിസോഡുകൾ ഉണ്ടാക്കി. ഇത് കൊന്നതാണ്. അല്ല, ആദ്യം ബാലങ്കേതായിരുന്നല്ല പറഞ്ഞത്, നസീർ സാറിന്റെ ഗൂഢാലോചനയാണെന്നോ. സത്യം. അയ്യോ, അതാണ് ആദ്യത്തെ കഥ വന്നത്. അതിനൊന്നും സമൂഹത്തിൽ ഇന്നും ഒരു മാറ്റവും ഇല്ല. അതായത് സുകുമാരൻ മനഃപൂർവ്വം വെട്ടിച്ചു, നസീർ സാർ ഗൂഢാലോചന നടത്തി, ബാലങ്കേതാരി ചവിട്ടി, ഇങ്ങനെയുള്ള കഥകളെല്ലാം അന്നും ഇന്നും. പിന്നെ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നതിനേക്കാളും
കേൾക്കാനും വിശ്വസിക്കാനും ഇഷ്ടം ബാക്കിയുള്ള കഥകളാണ്. ബാക്കിയുള്ള അതെ 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 എല്ലാ കാലത്തും നസീർ സാറും ജയൻ സാറും വലിയ അവര് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇത് ഈ 3 എടുത്തിട്ട് 4ാമത്തെ ഷോട്ടാണിത്. 3 എടുത്തു കഴിഞ്ഞ് 2:30 മണി കൃത്യം 2:30 ബ്രേക്ക് എന്ന് പറഞ്ഞു ഡയറക്ടർ. ഉം. ഫുഡൊക്കെ അവിടെ റെഡിയാണ്, നിങ്ങൾ അങ്ങറ്റം പോകണം, ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണ്, നമുക്ക് ആഹാരം കഴിച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് നേരെ ഇങ്ങ് വന്ന്, സാർ ഒരു പ്രാവശ്യം പ്ലീസ്. അത് വേണ്ട മിസ്റ്റർ ജയൻ, പി എൻ സുന്ദരൻ അങ്ങനെ സംസാരിക്കുന്നത്, മിസ്റ്റർ ജയൻ എന്ന്. അപ്പം സാർ ഒരു പ്രാവശ്യം കൂടെ പ്ലീസ് സാർ, പ്ലീസ് 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 എന്ന്. വേണ്ട ജയൻ, നമ്മളിൽ 2000 അടിയുണ്ട് ഫിലിം, അതിനകത്ത് നമുക്ക് വേണ്ട 400-450 അടിയാണ്, 500 അടിയാണ് വേണ്ടത്. പിന്നെ പൈലറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇതുപോലെ നിർബന്ധിക്കുകയാണ് ഒരു പ്രാവശ്യം. ഞാനെടുത്തു വന്ന് ജയനെടുത്ത്, വേണ്ട നമുക്ക് എടുത്തതല്ലേ, ഞാനും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അല്ല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു പറയാൻ. ഞാൻ പിന്നെ അവസാനം സംഭവിച്ചു. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി. അതായത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഈ മരണം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് പുറത്ത് കൊണ്ടുപോവാൻ. വിളിച്ചു വരുത്തുകയാണ്. ഇത് മരണം അല്ല, ഞാൻ ഒരു ഇതിലാണ് പറയുകയാണെന്നുണ്ട്, ഈ ജയന്റെ കൂടെ എത്രയോ നാൾക്ക് മുമ്പ് തന്നെ മരണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്. ചെയ്തുകൊണ്ടിരുന്ന സംഘടന രംഗങ്ങളും മറ്റൊന്നും എല്ലാം വളരെ റിസ്കി ഫാക്ടർ ഉള്ളതാണ്. ശശിയേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റ് സിനിമകൾ ഏതൊക്കെയായിരുന്നു? ജയൻ വെച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഈ ആദ്യപാഠം, അങ്കക്കുറി, ആവേശം എല്ലാം ജയൻ. ആദ്യപാഠത്തിൽ മാത്രമേ പുള്ളി ഒരു ചെറിയ വില്ലൻ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും പുള്ളി ഹീറോ ആണ്. അതുപോലെ ഈ MN നമ്പ്യാർ എന്ന് പറയുന്ന വില്ലൻ കോമ്പിനേഷൻ, ഹീറോ വില്ലൻ കോമ്പിനേഷൻ നല്ല ഹിറ്റായിരുന്നു എല്ലാ സമയത്തുള്ളത്. ആവേശം. ഈ നമ്മുടെ വടക്കംപാട്ട് സിനിമകൾ പണ്ടേ വരുന്നുണ്ടെങ്കിലും ഈ വടക്കംപാട്ട് ഈ വേർബോഡി വേഷങ്ങള് നല്ല ജയൻ വന്നതിന് ശേഷം അവിടെയും ഈ ഫൈറ്റ് വാൾ ഫൈറ്റിലൊക്കെ അങ്ങനെ പോരാ, ഒന്നുകൊടുക്കണം. അന്ന് തന്നെ അല്ല, പുള്ളിക്ക് ഈ അടങ്ങാത്ത അഭിനിവേശം, അഭിനയത്തോടും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്ഷനോടും. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ലാതെ എങ്ങനെങ്കിലും തീർത്തിട്ടങ്ങ് പോകാം എന്നുള്ള അതും ഇല്ല പുള്ളിക്ക്, അത് പറഞ്ഞിട്ടേ ഇല്ല പുള്ളിക്ക്. അല്ല, അതാണ് അന്നോളമുള്ള ഹീറോസിനേക്കാളും. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൂളിംഗ് ഗ്ലാസുകൾ ഇത്രയും വെച്ചിട്ടുള്ള ജന തുടക്കം, അവിടെ തൊട്ട് സോങ് സീനിലാണേലും അല്ലാതെയൊക്കെ കൂളിംഗ് ഗ്ലാസുകൾ പലതരത്തിൽ വെക്കുക. ഈ അതായത് കാലത്തെ ഫാഷൻ. ഇപ്പൊ നമ്മൾ പിന്നെ ബെൽബോട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ അന്ന് നല്ല ബെൽസ് ഉള്ള പാൻറ്റും കോളറും ഫ്ലിപ്പുള്ള പോക്കറ്റുള്ള ഷർട്ടും, പിന്നെ ഈ മുകളിലത്തെ ഒരു 4 ബട്ടൺസ് പല പടങ്ങളിലും അഴിച്ചിട്ടേക്കുന്നത്, ഫുൾ എക്സിക്യൂട്ടീവല്ലോ, ഫുൾ നെഞ്ച് വിരിച്ചിട്ടുള്ള നിപ്പം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബഹുഭൂരിപക്ഷം പടങ്ങളിലും ഉള്ളത്. ഇതിനു മുമ്പ് കുറെ മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾക്കും അറിയില്ല, അദ്ദേഹം അഭിനയിച്ച പാട്ടല്ല. ശ്രീലയ ചേച്ചിക്കൊരു സംഗീതവാസന ഉണ്ടായിരുന്നുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു പാട്ടുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? പാടും അവർ പാടുമായിരുന്നു. ഏതോ ഒരു പാട്ടിനെ പറ്റി, അത് ആ പാട്ടിനെ പറ്റി ഞാൻ സത്യമായിട്ട് കൂടുതൽ അറിയുന്നത് ഈ ജയനിൽ നിന്നാണ്. അതായത് പിന്നെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, ഘനശ്യാമ സന്ധ്യ ഹൃദയം. അപ്പം ഇതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഞാൻ പറയൂ, ഈ പാട്ട് ഏതാ? ഈ പാട്ട് അറിയത്തില്ല, ഇത് ഭയങ്കര ഫേമസാ, അതെല്ലാവരും യുവജനോത്സവത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അതെ, പിന്നെ മാണിക്യ വീണയും അതൊക്കെ ഭയങ്കരമായിട്ട് പാടും. അതെ. പിന്നെ ഈ ഉദയായിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ എല്ലാ പിന്നെ സിനിമയ്ക്കും സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുപോകുന്നൊരു ബോഡി ഗാർഡായിരുന്നു. എന്നെയും ഷീലാമ്മയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ആൾക്കാരെ മാറി നിൽക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവിച്ചിട്ട് കാലും കയ്യും വയ്യാതെ സംസാരിക്കാൻ ആ ഒരു കിടന്നില്ല. അതെ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആക്ച്വലി ഹീറോ ആയിട്ട് തന്നെ പോയി. പിന്നെ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അല്ല, അതൊരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സും കൂടി ആയിരിക്കാം. കാരണം എന്ന് വെച്ചാല് അങ്ങനെ പോണം മനസ്സും കൂടെ ആയിരിക്കാം. കാരണം അദ്ദേഹം എല്ലാരോടും വളരെ സൗഹൃദമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി സെറ്റി ജേട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ അപൂർവമായിരുന്നു. സത്യം.
അദ്ദേഹം. എനിക്കത് ഡിഫൻസിൽ നിന്ന് വന്നത് കാരണമുള്ള ഒരു ഡിസിപ്ലിൻ അതിന്റെ തന്നെ. ഇപ്പോൾ നേവി ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ ലവ് സീൻസ് അഭിനയിക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയി തോന്നും. ഒട്ടും ഒരു എന്താ പറയാ, നമ്മളെ ദേഹത്ത് തൊട്ടില്ലേന്ന് തോന്നും. അതുപോലെയാണ് അദ്ദേഹം അഭിനയിക്കുക. അതൊരു നമുക്കെന്താ പറയാ, ഒരു വല്ലാത്തൊരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുക. അത് നമ്മളങ്ങനെ കംഫർട്ടബിൾ ആക്കും. ഞാൻ ഇങ്ങനെ ചെയ്യും ട്ടോ, ഇങ്ങനെ പിടിക്കും ട്ടോ എന്ന് പറയും. ഷോർട്ട് കയറി കെട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നല്ല, എന്റെ കൈ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ നമുക്ക് അങ്ങനെയായിരുന്നു. അത് ഒരു ജെന്റിൽമാൻ ആയിരുന്നു. അല്ല, അതാണ് ഈ എന്നാല് നമ്മൾ എപ്പോഴോ ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നു, ഈ ഒരു മസ്കുലാനിറ്റി വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ ഏതൊക്കെ പടങ്ങൾ എടുത്ത് എങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു മിനിമം സാധനം അത് പുള്ളിയുടെ കൂടെ എന്തൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് അന്നോളം ഉള്ള സിനിമയിലെ ഹീറോ സങ്കല്പങ്ങൾക്കൊരു വേറെ പരിപാടി. നല്ല കോസ്റ്റ്യൂമുകൾ ചേരുക എന്ന് പറയുമല്ലോ. നല്ല കള്ളിമുണ്ടെടുത്ത് ബനിയനൊക്കെ ഇട്ടിട്ട് ഇപ്പം കരിമ്പനയിലെ ചെത്തുകാരനായിക്കോട്ടെ, അങ്ങാടിയിലെ ചുമട്ടുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല മീനിലെ വേഷമായിക്കോട്ടെ, നല്ല ലവിൻ സിംഗപ്പൂരിൽ പോയിട്ട് സ്യൂട്ടും കോട്ടും സാധനങ്ങളും ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കാനെങ്കിൽ വേഷപ്പകർച്ചകളെല്ലാം നേരത്തെ പറഞ്ഞ സന്യാസി വേഷമൊക്കെ വലിയ താടി, വടക്കംപാട്ട് കഥാപാത്രങ്ങളിൽ വാളും പരിചയൊക്കെ വെച്ച് എന്നാല് എല്ലാ തരങ്ങളും വേഷങ്ങളും യോജിക്കുന്ന ഒരു ശരീരപ്രകൃതിയായിരുന്നു. അത് പിന്നെ ശരീരപ്രകൃതിയല്ല, ഇത് പുൾ ഓഫ് ചെയ്യാനൊരു, ഇപ്പൊ നല്ല ശരീരമൊക്കെ ഉണ്ടെങ്കിലും ചിലത് സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ നമുക്ക് തന്നെ ഇതിനൊരു ഇട്ടവന് തന്നെ മുഖത്ത് ഇത് ഞാൻ ഇടണമായിരുന്നോ എന്നൊക്കെ ഉള്ളൊരു സാധനം വേണമെങ്കിൽ വരാം. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ഒരുപാട് ചിത്രങ്ങളിലെ തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള ബാലു കിരീത് സാർ. അനശ്വര നടൻ ജയൻ, അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ യുവതലമുറ പോലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ആദ്യത്തെ സിനിമയായ തകിലുകൊട്ടാമ്പുറം എന്ന സിനിമ, നസീർ സാറും ഷീലാമയും അഭിനയിച്ച സിനിമയിൽ ഒരു നായക തുല്യമായ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നസീർ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത്, ജയനെ ഒന്ന് നോക്കൂ, ജയൻ ഭയങ്കര തിരക്കാണ്, എന്നാലും ജയനെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ജയചേട്ടനെ ചെന്ന് കാണുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജയചേട്ടനും ഞാനുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഡോക്ടർ ബാലകൃഷ്ണൻ, എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ബാലകൃഷ്ണനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമായിരുന്നു. അങ്ങനെയൊക്കെ പല സെറ്റിൽ വെച്ചും പല സ്ഥലത്ത് വെച്ചും ഉള്ള പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കുകയും അഡ്വാൻസ് വാങ്ങിയിട്ടില്ല, അഭിനയിക്കുകയും ഡേറ്റ് കൃത്യമായി പറയാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി. മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് നടൻ്റെ വിയോഗം മൂലം ഉണ്ടായത്. അദ്ദേഹത്തെ ഇപ്പോഴും ഓർമ്മിക്കുന്നു. എപ്പോഴും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന പേരാണ് ശ്രീ ജയൻ. ജയൻ എന്ന് പറയുന്ന ജയന്റെ പുറകിലുള്ള ഒരു കഥയിൽ നിന്നും പല അഭ്യൂഹങ്ങളിൽ നിന്നും വിമുക്തനായി ഈ എപ്പിസോഡോടുകൂടി ജയന്റെ മരണം. അത് വലിയൊരു കാര്യമാണ് അമൃതക്കാർ ചെയ്തത്. ഈ പ്രോഗ്രാമിൽ അത് വന്നത് അത്യാദ്യം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഞാൻ. വന്നുകൊണ്ട് നമുക്ക് ഇത് മുഴുവൻ അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റില്ല. അല്ല, പൊതുജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അതെ, ഈ അദ്ദേഹം മരിച്ച് അന്ന് മരണം സ്ഥിരീകരിച്ച് ഇതിന് മോർച്ചറിയിലോട്ട് വെച്ച്, മോർച്ചറിയിലൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ഇതുണ്ട്. അത് മോർച്ചറി ഞാൻ പറഞ്ഞാൽ തുറക്കുള്ളൂ, ഒരു അറിവുമില്ല. അപ്പം ഞാൻ ബോഡി കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിടത്താൻ ഒരു ഡെസ്കോ ബെഞ്ചോ റാക്കോ ഒന്നുമില്ല, തറയിൽ കിടത്തണം. അയ്യോ, ഞാൻ അത് പറ്റില്ലെന്നോ. അപ്പം ഞാൻ പൈസ തരും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ജോലിക്കാരൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമ്പോൾ അവർ പറഞ്ഞു, സാർ ഒരു മിനിറ്റ് നിൽക്ക്. അപ്പോൾ ഒരു ബോഡി ബെഞ്ചിൽ വെച്ചേക്കുന്നു, താഴെ വെച്ച്. അങ്ങനെയൊക്കെ ഉണ്ട്. മൂന്നാം ദിവസം അപ്പം അന്ന് തന്നെ ഇദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ എൻ്റെ മാനേജറെ ഞാൻ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റൂം സീൽ ചെയ്യണമെന്ന് പറഞ്ഞു. സീൽ ചെയ്ത് താക്കോല് മാനേജർ കീപ്പ് ചെയ്യണം, പിന്നെ നമ്മൾ വരാം, ഞാൻ പറഞ്ഞിട്ട് തുറന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ മൂന്നാം ദിവസമാണ് ക്രിമേഷൻ കഴിഞ്ഞിട്ട്
ഈ റൂമിൽ വരുന്നത്. പുള്ളി റൂമിലെത്തുന്നത്. അന്ന് എൻ്റെ ആ പാമ്പൂർ ഹോട്ടലിൻ്റെ പ്രൊപ്പറേറ്റർ, മാനേജർ, ഞാൻ എല്ലാവരും കൂടെ സാന്നിധ്യത്തിലാണ് അത് തുറക്കുന്നത്. അമ്മ മാത്രമേ പുള്ളിക്ക് അമ്മ എന്ന് മാത്രമേ അറിയാവൂ, വേറെ ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതെനിക്കറിയാവുന്നുള്ളതുണ്ട് നേരിട്ട്. അദ്ദേഹത്തിന്റെ ഒരു Advance ബ്രീഫ് കേസ് വാങ്ങിക്കും. ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ബ്രീഫ് കേസ് ഉണ്ടോ സ്ഥിരം? അതിനകത്ത് എന്താന്നുള്ളത് ആർക്കുമല്ല, പൈസ അത് ഇവിടെ വന്ന് രാജൻ ജോസഫ് സാറും പറഞ്ഞു എല്ലാരും- അതിന്റെ ഒരു എപ്പോഴും ബ്രീഫ് കേസ്. ബ്രീഫ് കേസ്. ആ ബ്രീഫ് കേസ് എവിടെയും എന്തെങ്കിലും കഥ ഉണ്ടായിരുന്നോ? ഭയങ്കര പൊസസീവ് ആയിരുന്നു ആ ബ്രീഫ് കേസ്. അതിൽ കൂടി വന്ന ഐ തിങ്ക് വല്ല കൂളിംഗ് ഗ്ലാസോ വല്ല നല്ലൊരു purse. ഒരു സ്വർണ്ണ നല്ലൊരു ചെയിനാണ് എപ്പോഴും ഇടുന്നത്. അല്ല സിനിമയിലല്ല, അല്ലാത്ത സമയത്ത്. പിന്നെ ഒരു അദ്ദേഹം രാവിലെ റിംഗ് ഉണ്ട്. കുളിച്ച് റെഡിയായി വന്ന് അദ്ദേഹം പ്രാർത്ഥിക്കൊക്കെ ചെയ്യും സ്വന്തമായിട്ട് തന്നെ നിന്ന് ഇങ്ങനെ കണ്ണടച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മാല ഊരി ആ ബ്രീഫ് കേസിനകത്ത് വെക്കും. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കും പിന്നെ തോന്നുന്നു, അത് സൺഗ്ലാസ്. വില കൂടിയ വാച്ചാ, ആ വാച്ച് ഊരി വെക്കും. ഇതൊക്കെ അതിനകത്താണ് വെക്കുന്നത്. അല്ല, അത് പിന്നെ എല്ലാം അന്ന് ക്യാഷാണ് കൊടുക്കുന്നത്, ഈ പ്രതിഫലം. സിനിമ കഴിയുന്ന അഭിനയത്തിന്റെ പ്രതിഫലം ക്യാഷ് കിട്ടും. പ്രതിഫലം ക്യാഷാണ് കൊടുക്കുന്നത്. അപ്പൊ ആ കിട്ടുന്ന പൈസ അതിനകത്ത് വെക്കും. എന്തോ ഒരു എപ്പോഴും അതുകൊണ്ട് ആ ബാഗ് എപ്പോഴും കൂടെ ഉണ്ടാവും. ചെറിയൊരു ബ്രീഫ് കേസ്. ഈ ഫിയറ്റ് കാർ വളരെ അത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പോറൊക്കെ ചെയ്താ ഭയങ്കര പ്രശ്നമാന്നൊക്കെ അത് പറഞ്ഞു. പുള്ളി അത് വളരെ വളരെ എന്താ പറയാ, അത് തിളങ്ങുന്ന രീതിയിൽ കൊണ്ടു നടന്ന അവസാനം വരികയും അങ്ങനെയാണ് പുള്ളി ഫിയറ്റ് കാറോടുകൂടി തന്നെ വന്നത്. ഞാനെപ്പോഴും കളിയാക്കും കൂടെ ചെയ്യും. അല്ല ജയന് ഈ ഫിയറ്റിനകത്ത് കൊള്ളാറുണ്ടോ വിജയനെ എന്ന് ചോദിക്കും. ചെറിയ നല്ല ബോഡിയല്ലേ, ഇത് ചാറ് ചെറുതല്ലേ എന്ന് പറയും. എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. അതെ, ഒരു പ്രത്യേകത ജയനിൽ ഞാൻ എപ്പോഴും കാണുന്നതാണ്. നമ്മൾ എന്തൊക്കെ പൗരുഷം ഉണ്ടെങ്കിലും എന്തൊക്കെ ചെയ്താലും ആ ചിരി നോക്കിയിട്ടുണ്ട്, ഒരു ഇന്നസെന്റ് ഇന്നസെന്റ്, ഭയങ്കര ചൈൽഡിഷ് ആണ്. പിന്നെ ഹാർട്ട് ഈസ് ലാഫാണ്. ആ ലാഫ് കേട്ടിട്ടില്ലേ? അല്ല, ഭയങ്കര പ്രത്യേകതയായിരുന്നു. ഒരു കുട്ടിത്തം ഉണ്ടാവും ആ കുട്ടിത്തമുണ്ട്. ഈ അദ്ദേഹത്തിന് ശരിക്കും അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് പ്രണയ സീനുകളിൽ നാണമുണ്ട്. നാണം ഇതിന്റെ ഇടയിലുള്ള വേറൊരു ഏരിയ ആണ്. അദ്ദേഹം ചില സീമ ചേച്ചിയായിട്ടുള്ള സീനെ കാണുമ്പോൾ പുള്ളിക്ക് ചെറിയ നമ്മള് ഫ്ലർട്ട് ചെയ്യുവാന്ന് പറയുമല്ലോ, ഫ്ലർട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ പുള്ളിക്ക് അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊരു നാണമുണ്ട്. അത് ചെയ്യുന്നതിന് അത് കാണാൻ ഒരു രസമാണ്. പല വില്ലന്മാരെയും അഭിനയിക്കുമ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കണ്ണുകളിൽ ഒരു ലസ്റ്റ് വരും. പക്ഷെ ജയന്റെ കണ്ണിൽ ലസ്റ്റ് വരില്ല ഒരിക്കലും. ശരിക്കും ലവ് ആണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വെറൈറ്റി അക്കാലത്ത് ചെയ്ത വേറെ ആർട്ടിസ്റ്റ് ഇല്ലായിരിക്കും ചുരുങ്ങിയ കാലം കൊണ്ട്. അതാണ് ചുരുക്കിയ കാലം എന്ന് പറയുന്നത്. അത്ര ചുരുക്കുക, അത്രയും ചുരുക്കിയ 4 കൊല്ലം, വളരെ വളരെ 4 കൊല്ലം മെയിൻ സ്ട്രീമിൽ 2-2.5 കൊല്ലം, 6 കൊല്ലം മൊത്തം. അതിൽ 2.5 കൊല്ലം. 6 കൊല്ല് പീക്ക് എന്ന് പറയുന്നത് ഒരു 3 വർഷം 120 പടവും. ഈ 77, 78, 79 അങ്ങനെ 77 78 പീക്ക് ആവുന്നത്. അതെ, 78 പീക്ക് ആവും. 80 പീക്ക് എന്ന് തന്നെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയായിരുന്നു. സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുക ആ സമയത്ത്. ശ്രീലേ ചേച്ചി കോളിളക്കം കഴിഞ്ഞിട്ടാ പോകുന്നത് അല്ലേ? ഞാൻ അതിൽ ഡബിൾ റോളും കൂടാ ആ സിനിമയില്. കൊള്ളക്കം കഴിഞ്ഞു, വന്ന് തീർന്നു, ഷൂട്ടിംഗ് കഴിഞ്ഞു, ഞാൻ ചെന്നൈയോട് ഇവിടെ പറയുന്നു. ഈ വളരെ പോയറ്റിക്കായ പേരുകൾ അതിനു മുമ്പ് സിനിമകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഭയങ്കര സാഹിത്യ സ്വഭാവമുള്ള വളരെ പോയറ്റിക്കായ പേരുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് മനുഷ്യമൃഗം, കഴുകൻ, മൂർഖൻ, തീനാളങ്ങള്, നായാട്ട്, ഇരുമ്പഴികൾ, ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന എല്ലാ കാന്തവലയം, ആവേശം, തടവറ, ഇരുമ്പഴികൾ, തടവറ, സർപ്പം, ചുവന്ന ചിറകുകൾ, ശരപഞ്ചരം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പേരുകള്. പിന്നെ ചില പിച്ചാത്തി കുട്ടപ്പൻ എന്നൊക്കെ പറയുന്ന ജയിക്കാനായി ജനിച്ചവൻ. എല്ലാ സിനിമ പേരുകൾ എടുത്താലും വളരെ പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, ഇപ്പൊ പോലും ഇത്ര നാളിന് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് പടത്തിലൊരു ആവേശം എന്ന് പേരിടുകയാണ്. ഒരാവേശം ഇത്രയും കാലം ജീവിച്ചിരുന്ന കാലം എത്രയും നമ്മളെ വിട്ടുപിരിഞ്ഞ് 45 വർഷങ്ങൾക്കിപ്പുറവും ഒരു നടൻ നമ്മളെ ഇത്രയും ആവേശത്തിലാഴ്ത്തുന്നുണ്ടെങ്കിൽ ആ നടന്റെ പേര് ജയൻ എന്ന് തന്നെയാണ്. ഞാൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, ഒരുപാട് പേര് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ജയൻ സാറിന്റെ ഒരു എപ്പിസോഡ് ചെയ്യുക എന്ന്. ഒരുപാട് സൗഹൃദം കാത്തു സൂക്ഷിച്ച, ഒരുപാട് സിനിമകളിൽ ഒപ്പം പ്രവർത്തിച്ച
ആദ്യ സിനിമ മുതൽ അവസാന സിനിമ വരെ ഒപ്പമുണ്ടായിരുന്നവർ, അവസാന നിമിഷങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നവർ, ജയൻ എന്ന നടൻ വളരെ ചെറിയ നടനായിരുന്നപ്പോഴും നായക നടനായപ്പോഴും ഒപ്പമുണ്ടായിരുന്നവർ, ഒരുപാട് സിനിമകളൊപ്പം ചെറിയ ചേച്ചി, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. ഒരു 6 വർഷം എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിന്റെ എത്രയോ ദീപ്തമായ ഓർമ്മകളാണ് ഓർമ്മയിലെന്നും ജയൻ എന്ന ഈ പരമ്പരയുടെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നുപോയത്. വന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. നമുക്ക് ആൽബം സൈൻ ചെയ്യാം. മറവിയുടെ കാണാക്കയങ്ങളിലേക്ക് പോകും മുമ്പ് അവിടെ നിന്നും നാം പെറുക്കിയെടുക്കുന്ന ഓർമ്മകളായിരുന്നില്ല ഈ ഒരു പരമ്പരയിലുടനീളം. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി 4 ദശകങ്ങൾക്കിപ്പുറവും ജ്വലിക്കുന്ന ഓർമ്മകളായിരുന്നു ജയൻ എന്ന അതുല്യ നടനെക്കുറിച്ച് ഇവിടെ വന്ന ഓരോരുത്തരും പങ്കുവച്ചത്. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്നും പൗരുഷത്തിന്റെ പ്രതീകമായി 6 വർഷം എന്ന ഹ്രസ്വമായ ഒരു കാലഘട്ടം കൊണ്ട് മലയാള സിനിമയുടെ ഏറ്റവും പൗരുഷമുള്ള നടനായി മാറിയ ജയൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളിലൂടെയുള്ള യാത്ര ഇവിടെ താൽക്കാലികമായി പൂർണ്ണമാകുന്നു.